അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞിട്ടുണ്ട്. സലാം അടക്കൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല തണുപ്പുണ്ട് തോന്നുന്നുണ്ടല്ലേ കണ്ണൂരിൽ? തണുത്തിരിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, എന്നോട് ഞങ്ങളുടെ ഉസ്താദ് 1 മണിക്കൂർ പ്രസംഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാൽ ആദ്യ ദിവസമായതുകൊണ്ട് അങ്ങനെ ദീർഘിച്ച് പറയണ്ട എന്നത് എനിക്കൊരു മുൻകൂർ ജാമ്യമായിട്ടുണ്ട്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم السلطان ومن شر الشيطان. يا قديم الإحسان يا غفور يا غفار. പാടിപ്പറഞ്ഞാൽ തീരുകില്ല ദീർഘം പരനേ അതല്ലേ നിന്റെ പുണ്യ സ്വർഗം. തന്നില്ല റബ്ബേ കാണുവാനാ വീട്, മണ്ണില്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ, പറയല്ല നീ എന്നോട് പോടാ പിന്നവാ. വന്നെത്തി ഞങ്ങൾ പല വീട്ടിൽ നിന്നും ദുആഇനായി നൽകിടണേ ഞങ്ങളിൽ നീ അത് മഖ്ബൂലതായി.
ഒരുമിച്ച് കൂട്ട് ഞങ്ങളെ നീ മന്നവാ, നാളെ നിന്റെ സ്വർഗലോകം തന്നിലായി. നഫസീൽ ഹൈ नफसील है न महल सरा तेरा फर्श है वही बोरिया, तू अमीर हरम तो अमीर हरम में फकीर अजम सय्यदी या रसूल अल्लाह. അഭിവന്ദരായ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഖജാൻജി, ഇവിടെ സ്വാഗതം ആശംസിച്ച അഭിവന്ദരായ വളരെ മനോഹരമായി സംസാരിച്ച മാസ്റ്റർ, ഈ മഹല്ല ജമാഅത്തിൻ്റെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന നല്ല സംഘാടകനും സൗഹൃദവും സഹൃദയനുമായ ഹംസ അഷ്റഫി നർക്കാട്, ഇഖ്വാനിങ്ങളെ, അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ഉപചാരവും ആമുഖവുമില്ലാതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒറ്റ കാര്യം ആദ്യം പറയാനുള്ളത്, മൊബൈലിൽ ആരെങ്കിലും പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ കട്ട് ചെയ്തിട്ട് വിടുന്നത് എനിക്ക് പൊരുത്തമില്ല. ഞാൻ പറയുന്ന അത്രയും ഭാഗങ്ങൾ വിട്ടുകൊണ്ട് പ്രശ്നമില്ല. 5 മിനിറ്റ് 10 മിനിറ്റായി കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കളയരുത്. അതെന്താന്ന് ഞാൻ പറയില്ല. അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്ന്. ഓൾറെഡി ഇത് ലൈവായി പോകുന്നുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകമെമ്പാടും ലൈവായി പ്രോഗ്രാം വീക്ഷിക്കുന്ന പ്രവാസികളായ, പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ മറ്റു ജില്ലകളിൽ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഇഖ്വാനിങ്ങളെ അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ സഹോദരിമാരാണ് ഇത് 5 മിനിറ്റ് 10 മിനിറ്റായി ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ വിടുക. അതെനിക്ക് പൊരുത്തമില്ല. വേറെ എല്ലാ ഉസ്താദന്മാരും അങ്ങനെ പറഞ്ഞോളണമെന്നില്ല, ഞാനത് പറയുന്നു. ഒന്നുകിൽ ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങൾ വിട്ടോളൂ. ഒരു പ്രസംഗത്തിൻ്റെ ആ പ്രഭാഷകൻ ഉദ്ദേശിച്ച കോണ്ടസ്റ്റ് എന്താണ്, അതിൻ്റെ കണ്ടന്റും കോണ്ടസ്റ്റും അത് നേരിട്ട് ലൈവായി കേൾക്കുന്നവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പുറമേ ഇരുന്ന് മറ്റൊരു സന്ദർഭത്തിൽ ഒരു ഭാഗം മാത്രമായി കേൾക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പൊതുവെ പ്രഭാഷണങ്ങളിൽ വിവാദം ഉണ്ട് എന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പെരുദോഷം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഹംസ അഷ്റഫി ഉസ്താദിന് ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് ജോലി പോകാൻ പാടില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അല്ലേ. അപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല മോമിനിങ്ങൾ. അപ്പോൾ വലിയ പ്രശ്നമാണ്. കട്ട് ചെയ്യരുത്. ഇൻഷാ അല്ലാഹ് പറയും. എന്നോട് ആണുങ്ങളാരും റെക്കോർഡ് ചെയ്യുന്നതായി കാണുന്നില്ല. സ്ത്രീകളോട് കൂടി പറഞ്ഞതാണ്. മൊത്തം വിട്ടോളൂ, പ്രശ്നമില്ല. കട്ട് ചെയ്യരുത്. എനിക്ക് പൊരുത്തമില്ല എന്ന് ഞാൻ ഈയിടെയായ എല്ലാ സദസ്സിലും പറയുന്നുണ്ട്. കാരണം ഇതുപോലെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലൈവ് കൊടുത്തത് ഏതോ ഒരാൾ നല്ല കാര്യം ഉദ്ദേശിച്ച ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വിട്ടു. അത് നമ്മുടെ പുതിയ കാലത്തെ പ്രബോധന രീതികൾ മാറണം എന്ന ആത്മാർത്ഥമായ ഉദ്ദേശം കൊണ്ട് സംസാരിച്ചതായിരുന്നു. അത് കട്ട് ചെയ്ത് വിട്ടതോടുകൂടി കേരളത്തിലെ തന്നെ വലിയ പ്രഭാഷകന്മാരൊക്കെ എനിക്ക് നേരെ തിരിഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അള്ളാഹുക്കൊക്കെ അനുഗ്രഹം ചെയ്യട്ടെ. അവരൊക്കെ ചെയ്ത വലിയ സേവനങ്ങളെ നമ്മൾ മാനിക്കുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ മറുപടി പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അതായത് മുഅ്മിനീങ്ങളെ, ഇവിടെ സംഘാടകര് നല്ല ബോധമുള്ളവരാണ് എന്നൊരു നോട്ടീസ് നോക്കിയാൽ മനസ്സിലായി. ഒരാൾക്കും വിഷയം കൊടുത്തിട്ടില്ല. നന്നായി. അല്ലെങ്കിൽ സാധാരണഗതിയിൽ അല്ലേ, ഒന്ന് കട്ടാക്കുക 1 മിനിറ്റ്. സാധാരണ
കേട്ടുമടുക്കണ്ടെന്ന് എഴുതി കട്ടാക്കാൻ പറഞ്ഞതാണ്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മുടെ പ്രസംഗം വിവാദമാകാൻ കാരണം. മുഅ്മിനീങ്ങളെ, നട്ടെല്ലിൻ്റെ ഈ താഴോട്ട് പോയത് വാഴപ്പിണ്ടി അല്ലാത്തത് കൊണ്ട് എൻ്റെ മരണം വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഒരു മസ്ജിദിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച സദസ്സാണ്. നിങ്ങൾക്ക് സുഖമുള്ളൊരു വയല് എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾ എന്നോട് നിർത്താൻ വേണ്ടി പറയേണ്ടി വരുന്ന തരത്തിലായിരിക്കും ഞാൻ സംസാരിക്കുക. രണ്ടാമതൊരു തവണ അംസഷറഫ് ഉസ്താദ് എന്നോട് വിളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നാട്ടുകാർ അദ്ദേഹത്തോട് വിളിക്കണ്ടെന്ന് പറയും. അദ്ദേഹം എന്നോട് ഇഷ്ടമുള്ള ആളാണ്. പലപ്പോഴും പല പരിപാടിയിൽ ഒന്നിച്ചുണ്ടാകുന്ന ആളുകളാണ്. പക്ഷേ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കാൻ എനിക്ക് കഴിയത്തില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശരീരം നോവാൻ സാധ്യതയുണ്ട്. വളരെ നല്ല പള്ളിയാണ്, നല്ല ഭംഗിയുള്ള പള്ളിയാണ്. പള്ളികൾ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ആസ്ഥാനമാണ്. പള്ളി പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത് ആത്മീയതയാണ്, സ്പിരിച്വാലിറ്റിയാണ്. കേവലം നിസ്കാരമല്ല, ഈ നാടിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതിയുടെ കേന്ദ്രമാണ്, മർക്കസാണ് പള്ളി എന്ന് പറയുന്നത്, സെന്റർ ആണ്. ആത്മീയതയാണ് കേരളീയ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അടിത്തറ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും ആത്മീയതയാണ് ഇതിൻ്റെ അടിത്തറ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ബലിഷ്ഠമായ ഒരു നിലപാട് തറയിലാണ് ആത്മീയ സൗധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ആത്മീയത പഴഞ്ചനാണ്. ദീനിന്റെ പൗരാണികമായ ചിന്തകളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യൂറോപ്പിൽ 10,000-കണക്കിനായ ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒഴുകി വരികയാണ്. മലയാളക്കരയിലെ പലപ്പോഴും ചില ആളുകൾ യുക്തിവാദത്തിന്റെയും മതനിഷേധത്തിന്റെയും വക്താക്കളായി മാറുമ്പോൾ, അള്ളാഹുവില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ, പ്രവാചകരുടെ ജീവിതം അത്ര പകർത്തപ്പെടാൻ കഴിയാത്തതാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ, മുസ്ലിം നാമധാരിയായ ജബ്ബാറിനെ പോലെയുള്ള, യുക്തിവാദിയായ രവിശങ്കറിനെ പോലെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകളിൽ നമ്മുടെ തലമുറകൾ വഴുതി വീഴുമ്പോൾ, ഫേസ്ബുക്കിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് പള്ളി തെറ്റാണെന്നും പള്ളി കമ്മിറ്റി നിരോധിക്കണമെന്നും നിസ്കാരം നിരോധിക്കണമെന്നും പറയപ്പെടുമ്പോൾ, എൻ്റെ മുഅ്മിനെ, ആത്മീയതയാണ് ലോകത്ത് ഇസ്ലാമിനെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിന് ശേഷം ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും മുദ്രകുത്തി ഇസ്ലാമിനെ അരികുവൽക്കരിച്ചപ്പോൾ യൂറോപ്യരായ ആളുകൾ ചിന്തിക്കാൻ ശ്രമിച്ചു, വാട്ട് ഇസ് ഇസ്ലാം, എന്താണ് ഇസ്ലാം? അവർ കണ്ടെത്തിയത് സമാധാനത്തിന്റെ സങ്കേതമാണ്, ഇത് ആത്മശാന്തിയുടെ സങ്കേതമാണ്. ഇത് ബഷീർ വെറുതെ പറയുന്ന വാക്കല്ല പ്രിയപ്പെട്ടവരെ. 2050 ഉഷസ്സുണരാൻ പോകുന്നത്, പുലരി ഉദിക്കാൻ പോകുന്നത്, യൂറോപ്പിൽ ഏറ്റവും പ്രചാരമുള്ള മതം ഇസ്ലാം ആകാൻ പോവുകയാണ്. അത് ഖുർആനിന്റെ ശാസ്ത്രീയ മികവ് കണ്ടിട്ടല്ല, അത് ഇസ്ലാമിന്റെ സമഗ്രത കണ്ടിട്ടല്ല, ഹുബ്ബുൻ നബവിയില, അല്ലാഹുവിന്റെ റസൂലിന്റെ നശീദകൾ കേട്ട്, ഖസീദകൾ കേട്ട് കണ്ണുനീരോടെ കാത്തിരിക്കുകയാണ് അവര്. സൂഫി ഉലമാക്കളുടെ പ്രബോധനങ്ങളാണ്, സ്പിരിച്വൽ പ്രബോധനങ്ങളാണ് അവിടെ ഫലം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ആൻഡ് സയൻസ് ദ മിറാക്കിൾ എന്ന പുസ്തകം എഴുതിയ ആ മനുഷ്യൻ ഖുർആനിന്റെ ശാസ്ത്രീയത കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ, ഇപ്പോ വരുന്നത് അങ്ങനെയല്ല, അള്ളാന്റെ ദീനിന്റെ സ്നേഹം കണ്ടിട്ടാണ്. ഭൗതിക സംസ്കാരം സൃഷ്ടിച്ച ഭയാനകമായ വേദനകളിൽ നിന്ന്, ഒറ്റപ്പെടലുകളിൽ നിന്ന്, അശാന്തിയിൽ നിന്ന്, സമാധാനമില്ലായ്മയിൽ നിന്ന്,
നിരാശയിൽ നിന്ന് അത് അമേരിക്കയെ പോലെയുള്ള ലോകരാജ്യങ്ങളുടെ സാമ്പത്തികമായ അതിപ്രസരത്തിൽ മനം മടുത്തിട്ട് ശാന്തി തേടി യൂറോപ്പ് കടന്നു ചെല്ലുന്നത് ഇസ്ലാമിന്റെ സങ്കേതത്തിലേക്കാണ്. ഞാൻ വരുന്ന തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തിനടുത്തുള്ള മാധവിക്കുട്ടിയെ നിങ്ങൾ അറിയില്ലേ പ്രിയപ്പെട്ടവരെ? മലയാളത്തിന്റെ കാവ്യ തറവാട്ട് മുറ്റമെന്ന് പറയുന്ന നാലപ്പാട്ട് കുടുംബത്തിൽ പിറന്ന ബാലാമണി അമ്മയുടെ പൊന്നുമോൾ എന്റെ കഥ എന്ന അശ്ലീല കഥ എഴുതിയ മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് വന്നത് ഖുർആനിന്റെ ശാസ്ത്രം കണ്ടിട്ടല്ല, ഇസ്ലാമിന്റെ സമഗ്രത കണ്ടിട്ടല്ല, സമാധാനത്തിന്റെ സങ്കേതം കണ്ടിട്ടാണ്. ഇഷ്കിന്റെ പ്രണയത്തിന്റെ സങ്കേതമായ മതത്തിന്റെ മാനവികത കണ്ടിട്ടാണ്. യാ ഇലാഹി എന്ന പിന്നീട് അവരെഴുതിയ കവിതയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാലാമണി അമ്മയുടെ പ്രിയപ്പെട്ട മകൾ ഇന്ന് കിടന്നുറങ്ങുന്നത് തിരുവനന്തപുരത്തെ പാളയത്തെ ഗുൽമോഹർ മരത്തിന്റെ ചുവട്ടില് കമലാ സുറയ്യ എന്ന പേരിലാണെങ്കില് ചെറുപ്പക്കാരെ, കണ്ണൂരിലെ എന്റെ ഉമ്മത്തെ മനസ്സിലാക്കണേ, ദീനിന്റെ ആത്മീയതയാണ്. ലിയോപോൾഡ് വൈസ് എന്ന് പറയുന്ന യൂറോപ്യൻ ദ റോഡ് ടു മക്ക എന്ന പുസ്തകം എഴുതിയിട്ട് മുഹമ്മദ് അസദായി പോയില്ലേ? അമേരിക്കക്ക് 2 മെഡലുകൾ, സ്വർണ്ണ മെഡലുകൾ സമ്മാനിച്ച ലോകത്തെ കാലത്തെയും വലിയ ബോക്സിംഗ് റിങ്ങുകളിലെ ഇടിമുഴക്കമായ ഇടിനാദമായിരുന്ന ക്ലാഷസ് ക്ലേ മുഹമ്മദ് അലി ക്ലേയായി മാറിയില്ലേ? അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. യൂറോപ്പിന്റെ നഗരരാവുകളെ ത്രസിപ്പിച്ചു നിർത്തിയ 10,000-കണക്കിന് ലക്ഷക്കണക്കായ യുവാക്കളെ സംഗീതത്തിൽ ആറാടിച്ച നിയോൺ ബൾബുകൾ കത്തുന്ന യൂറോപ്പിന്റെ നഗരരാത്രികളെ പ്രകമ്പനം കൊള്ളിച്ച കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന പോപ്പ് സംഗീതജ്ഞൻ ഇന്നെവിടെയാണ്? യൂസുഫുൽ ഇസ്ലാം എന്ന പേരിൽ ഇസ്ലാമിക പ്രബോധനം ചെയ്യുകയാണ്. മുഅ്മിനെ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇവരൊക്കെ കണ്ട് മതത്തിന്റെ മനോഹരിത, അത് ആത്മീയതയാണ്, സ്പിരിച്വാലിറ്റിയാണ്. ഈന്തയോലകളുടെ ഹരിതചാമരങ്ങൾക്കു താഴെ പാതിരാവിന്റെ നിശബ്ദതകളില് ഇംറുൽ ഖൈസിന്റെ പാട്ടുപാടിയിട്ട്, ലബീദിന്റെ കാവ്യകവനകളെ പാട്ടാക്കി പാടിയിട്ട്, മുന്തിരിക്കള്ളി വലിച്ചു കുടിച്ചിട്ട്, കാട്ടിറച്ചി കടിച്ചു വലിച്ചിട്ട് മരുഭൂമി പൂക്കുമ്പോൾ പാട്ടുപാടിയിരുന്ന അറബികളെയാണ് അല്ലാഹുവിന്റെ റസൂല് സ്വച്ഛന്തമായ സ്നേഹത്തിന്റെ ആത്മീയമായ ഒരു തീരത്തേക്ക് കൊണ്ടുവന്ന് ലോകോത്തരമായ ഒരു സംസ്കാരത്തിന്റെ അധിപന്മാരാക്കി മാറ്റിയത് മദീനയിലെ ഇസ്ലാമിന്റെ കേന്ദ്രമായ മസ്ജിദുൻ നബവിയാണെങ്കിൽ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട, പട്ടയത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ജുമാ മസ്ജിദ് പുറത്തേക്ക് പ്രസരിപ്പിക്കേണ്ടത് ഈ നാടിന്റെ ആത്മീയതയാണ്. അത് തകർന്നു പോയാൽ പിന്നെ ദീനില്ല. നമുക്ക് വിദ്യാഭ്യാസ സമുച്ചയങ്ങളുണ്ട്, ലക്ഷങ്ങൾ കൂടുന്ന മഹാസമ്മേളനങ്ങളുണ്ട്, റാലികളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. യൂട്യൂബ് സെർച്ച് ചെയ്താൽ 1000-കണക്കിന് പ്രസംഗങ്ങളുണ്ട്, വീക്കിലികളുണ്ട്, മാഗസിൻസുകളുണ്ട്, മദ്രസകളുണ്ട്. എന്നിട്ടും എന്ത് നമ്മുടെ തലമുറയാണ് തെറ്റിന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അപകടത്തോടെ നിങ്ങൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? പട്ടയത്തെ മുസ്ലിങ്ങളെ, ഇത് നെഞ്ചു ചേർത്തൊന്ന് ആലോചിക്കുമോ? ഇന്ന് മുതൽ നാളെ മുതൽ ഇറങ്ങാനിരിക്കുന്ന പത്രങ്ങൾ വായിച്ചിട്ട് അതിലൊരു തിന്മ കണ്ടിട്ട് നിങ്ങൾ എഴുതി വെക്ക്. മുസ്ലിമാണെങ്കിൽ ഇത്ര മുസ്ലിങ്ങൾ, ഹിന്ദു ആണെങ്കിൽ ഇത്ര ഹിന്ദുക്കൾ, ക്രിസ്ത്യാനിയാണെങ്കിൽ ഇത്ര ക്രിസ്ത്യാനികൾ. അടുത്ത ഒരു മാസം, ഇന്ന് ഫെബ്രുവരി എത്രാം തീയതിയാ? ഇവിടെ 16-ാം തീയതിയാണ്. 17-ാം തീയതി മുതൽ മാർച്ച് 17-ാം തീയതി വരെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ടെലിവിഷൻ വാർത്തകളൊക്കെ കാണുന്നവർ കണ്ടിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം കോളം തിരിച്ചിട്ട് ഒരു തട്ടിക്കൊണ്ടുപോകലിന്റെ, ഒരു മോഷണത്തിന്റെ, ഒരു ബലാത്സംഗത്തിന്റെ എന്തെങ്കിലും നെഗറ്റീവ് വാർത്തകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേരെഴുതി വെക്കണം. മാർച്ച് 17-ാം തീയതി നിങ്ങളത് കൂട്ടി നോക്കിയാൽ
അബ്സല്യൂട്ട്ലി മുസ്ലിങ്ങളായിരിക്കും മുന്നിൽ. എന്തുകൊണ്ടാണത്? മുസ്ലിങ്ങളായിരിക്കും മുന്നിൽ. പരസ്യമായി പറയാൻ പറ്റിയൊരു കാര്യമില്ല, പറയാനിട്ട് കാര്യമില്ല. ഇറ്റ്സ് ചലഞ്ച്, ഒരു വെല്ലുവിളി പോലെ ഞാൻ പറയുന്നു. നിങ്ങളിത് കഴിഞ്ഞിട്ട് മാർച്ച് 17 വിളിച്ച് എന്നോട് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, മുസ്ലിങ്ങൾ കുറവാണ്, 94479137 എന്നുള്ള നമ്പറിൽ വിളിച്ച് പറ. ഞാൻ ആ പരിപാടി നിർത്താം. മുസ്ലിങ്ങളായിരിക്കും. ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് മദ്രസകളില്ല, പ്രാഥമിക മദ്രസ പാഠശാലകളില്ല. അവർ ഇതുപോലെ വഅലിന്റെ മജ്ലിസിൽ പോയിരിക്കുന്നില്ല. അവർക്ക് പുസ്തകങ്ങളുടെ വിജ്ഞാനമില്ല. ഹിന്ദു പ്രഭാഷണങ്ങളുടെ യൂട്യൂബ് ലിങ്കുകൾ ഇത്ര വ്യാപകമല്ല. എന്നിട്ടും എന്തേ മുസ്ലിങ്ങൾ തെറ്റിന്റെ മുമ്പിലായി? ഈ കാട്ടിക്കൂട്ടലല്ലാതെ, ഗരിമയല്ലാതെ, അടയാളങ്ങളിലെ ഇസ്ലാമല്ലാതെ, ചങ്കിന്റെ ഉള്ളിൽ ഇസ്ലാമില്ല. ഒരു കമ്മ്യൂണിറ്റിയുടെ നവജാഗരണത്തിന്റെ കൊടി പറത്താൻ ഇനി എവിടെയാണ് ഒരു മൂസാ പ്രവാചകൻ കടന്നു വരിക? എവിടെയാണ് ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത കിത്തീന്റെ മണ്ണിൽ കത്തിജ്വലിച്ച സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ കണ്ണൂരിൽ എവിടെയാ നമ്മൾ കാത്തിരിക്കുക? ആസറിയൻ സാമ്രാജ്യത്തെ കൊളോണിയൽ പരിശകളുടെ അഗ്നി താണ്ഡവത്തെ കടന്നുപോയ അതിജീവനം നടത്തിയ ഒരു ഇബ്രാഹീമിനെ എവിടെയാണ് കാത്തിരിക്കുക? ഭൗതികമായ തന്റെ ഏറ്റവും വലിയ സ്നേഹവും താല്പര്യവുമായ മകനെ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി മിനാ താഴ്വരയിൽ കമഴ്ത്തി കിടത്തിയിട്ട് കത്തിവെച്ച ഹളറത്ത് ഇബ്രാഹീം എവിടെയാണ് നമ്മൾ ഇനി കാത്തിരിക്കുക? നമ്മൾ അലങ്കാരങ്ങളിൽ വിശ്വസിച്ചു പോവുകയാണ്. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ആത്മീയമായ ഭാവം നമ്മുടെ കമ്മ്യൂണിറ്റി കുറവാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയാല് വാട്സപ്പിലിടാൻ നാണം കെട്ട സമുദായമേ, നമുക്ക് വലിയ താല്പര്യമല്ലേ? നിങ്ങളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരല്ലേ? കണ്ണൂരിലെ തലശ്ശേരിയിലെ കോടതി വരാന്തയിൽ ഒരു ഉപ്പാന്റെ നെഞ്ചു പൊട്ടുന്ന നിലവിളി എത്ര ആളാ വാട്സപ്പിലിട്ടത്, ആഘോഷാക്കിയത്? വലിയ താല്പര്യമായിരുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ ഈ സമുദായത്തിലെ ഇതര സമുദായത്തിലെ ഒരു വിഭാഗത്തെ നമ്മൾ പ്രതി ചേർത്തു. എന്താണ്? അവരുടെ അജണ്ടയാണ്. അവർ മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവാണ്. ഞാനത് നിഷേധിക്കുന്നു. മുഅ്മിനീങ്ങളെ, ഒരു ബലൂണല്ലേ നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞ ഈ സാധനം? ഒരു ബലൂണ്, ഒരു സൂചി കൊണ്ട് കുത്തിയാൽ പൊട്ടാൻ കഴിയുന്ന ഒരു ബലൂൺ. 10-17 കൊല്ലം ബാപ്പാന്റെയും ഉമ്മാന്റെയും ഒപ്പം ജീവിച്ചൊരു പെൺകുട്ടി ഒരാഴ്ച കൊണ്ട് സ്നേഹിക്കാൻ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നുവെങ്കിൽ അത്രേ ഉള്ളൂ ഈ കമ്മ്യൂണിറ്റിയുടെ ഈമാൻ. ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? വാട്സപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യാ, ഇതാ ഒളിച്ചോടി പോയി, മിഞ്ഞാന്ന് വന്ന ഒരു വാർത്ത. നാണുണ്ടോ സമുദായമേ? നാണുണ്ടോ ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ? എന്നിട്ട് ഷെയർ ചെയ്ത് ബോധവൽക്കരണമാണ് പോലെ ബാക്കിയുള്ളവർ പോകാതിരിക്കാൻ. ഇത് ബോധവൽക്കരണമല്ല ഉണ്ടാകുക, ഇതൊരു പ്രചോദനമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളൊന്നും ബഷീർ നിർബന്ധമില്ല. നിർത്തണം. അത്തരം പോസ്റ്റുകൾ നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യരുത്. പോട്ടെ മുഅ്മിനെ, പോയി തൊലയട്ടെ എന്ന്. ഇവിടെ മെമ്പർഷിപ്പ് കൂടണമെന്ന് ആരോടും നമ്മൾ കരാറ് പറഞ്ഞിട്ടില്ല. ഹിദായത്തില്ലാത്തവൾ പോയി തൊലയട്ടെ. അതിനെന്തിനാ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്? മാതാപിതാക്കളെ, നമ്മുടെ പെൺകുട്ടികളുടെ ഈമാൻ ഒരു ബലൂണാണ്. ഒരു കുത്തു കൊടുത്താൽ തീരുന്ന ബലൂൺ പൊട്ടി. 9 മാസക്കാലം ഗർഭത്തിന്റെ അറയിലിട്ട് കൊണ്ടു നടന്ന ഉമ്മാന്റെ നെഞ്ചു പൊട്ടുന്ന നിലവിളി കാണാതെ പോകുന്ന ഒരു മകൾ ഉണ്ടാകുന്നുവെങ്കിൽ സമൂഹത്തെയാണോ നമ്മൾ കുറ്റം പറയേണ്ടത്? ഇതര കമ്മ്യൂണിറ്റിയാണോ നമ്മൾ കുറ്റം പറയേണ്ടത്? ഈമാനികമായ അഭിനിവേശം കമ്മ്യൂണിറ്റിയിൽ കുറയുന്നു. വയലിന് കുറവൊന്നുമില്ല. ആഴ്ചകളോളം നീളുന്ന മതപ്രഭാഷണങ്ങള് നടക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ലാഭം പ്രസംഗിക്കുന്നവനും വണ്ടിക്കാരനും മൈക്കക്കാരനുമാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആക്ഷേപിച്ചവരോട് ഞാൻ പറയാ, വേറെ ആർക്കാണ് കാര്യം? വേറെ ആർക്കാണ് കാര്യം? ഇത് അടുത്ത കൊല്ലം ഉണ്ടാവും പരിപാടി, ഇന്നത്തെ കൊല്ലം ഉണ്ടാവും.
ഒരൊറ്റ കാര്യമുള്ളൂ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. 1000 പ്രഭാഷണങ്ങളെക്കാൾ ആരിഫായ ഒരു മനുഷ്യനോടുള്ള സഹവാസം കൊണ്ട് ഈ കമ്മ്യൂണിറ്റി വിമലീകരിക്കപ്പെടും. നിങ്ങൾക്കറിയുമോ, ഈ അടുത്ത് മരിച്ചുപോയ സാദിലിയ ത്വരീഖയുടെ ഖാദിരിയ ശരീഖയുടെ ശൈഖ് മുറബ്ബിയായ അശ്ശൈഖ് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ അത്തിപ്പറ്റ, നിങ്ങൾ എന്തെങ്കിലും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് ആ പെണ്ണുങ്ങളൊക്കെ അവിടെ എഴുന്നേറ്റിരിക്കണം? എന്തിനാണ് ചായ കൊടുക്കണം? ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറക്കം വരുമ്പോൾ കൊടുത്താൽ പോരെ? ഉറങ്ങാൻ സാധ്യതയില്ല, എല്ലുമ്പോ കുത്തുന്ന കാര്യമില്ല പറഞ്ഞു. എങ്ങനെ ഉറങ്ങാം? കൊടുത്തോളൂ, നിങ്ങൾ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ കളയരുത് കേട്ടോ. കൊടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. നല്ല കാര്യം. അള്ളാഹു അത് ചെയ്യുന്നവർക്കൊക്കെ വലിയ കൂലി കൊടുക്കട്ടെ. എന്തായാലും ആണുങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കണ്ട, എൻ്റെ കൺട്രോൾ പോകും. നിങ്ങൾ കുടിക്കുന്നുണ്ട്, എനിക്കും കുടിക്കാൻ തോന്നും. മുഅ്മിനീങ്ങളെ, അത്തിപ്പറ്റ ഉസ്താദ് ഒരു പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ്. പുറത്തേക്കിറങ്ങിയപ്പോൾ അവിടെ കൂട്ടിയിട്ടിരുന്ന ചെരുപ്പുകളിൽ ഒന്ന് അവിടെ നിന്ന് ചവിട്ടി. എന്തോ പാമ്പിനെ ചവിട്ടിയതുപോലെ ഞെട്ടിത്തെറിച്ചു പോയ അദ്ദേഹം അവിടെ കൂടെയുള്ളവരോട് ചോദിച്ചു, ഇതാരുടെ ചെരുപ്പാണ്? അവർ പറഞ്ഞു, അറിയില്ല ഉസ്താദേ. ആ ചെരുപ്പിന്റെ ഉടമസ്ഥൻ ഇറങ്ങി വരുന്നത് വരെ അത്തിപ്പറ്റ ഉസ്താദ് കാത്തു നിൽക്കുകയാണ് പള്ളിയുടെ മുന്നില്. 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളല്ലേ അദ്ദേഹം. കഴിഞ്ഞ 1 മാസം മുമ്പ് 2 മാസം മുമ്പ് മരിച്ചുപോയ വഫാത്തായ ആളല്ലേ അദ്ദേഹം. നമ്മുടെ മുന്നിലൂടെ ജീവിച്ചുപോയ മനുഷ്യനല്ലേ അദ്ദേഹം. സ്വഹാബിയുടെ കഥയല്ല ഞാൻ പറയുന്നത്, പൗരാണിക കാലത്തെ ഏതെങ്കിലും വലിയന്റെ കഥയല്ല പറയുന്നത്. നമ്മുടെ മുന്നിലൂടെ ജീവിച്ച മഹാൻ. ആ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ ചെരുപ്പിലേക്ക് കാല് കയറ്റിയപ്പോൾ തോളിൽ കൈവച്ചിട്ട് ഉസ്താദ് പറയുന്നുണ്ട്, പൊന്നുമോനെ, തെറ്റുപറ്റിപ്പോയതാണടാ, ഞാൻ നിന്റെ ചെരുപ്പിലൊന്ന് ചവിട്ടിയിട്ടുണ്ടടാ, പൊരുത്തപ്പെടണേ. ഖൽബ് വിങ്ങുന്നുണ്ടോ മുസ്ലിമേ? ഹൃദയം ഇരമ്പുന്നുണ്ടോ മുസ്ലിമേ? ചെരുപ്പിലൊന്ന് ചവിട്ടിയതിന് പൊരുത്തപ്പെടിയിക്കുന്ന മനുഷ്യനെ കണ്ടോ നിങ്ങള്? അടുത്ത വെള്ളിയാഴ്ച പട്ടയം ജുമാ മസ്ജിദിൽ നിന്ന് ജുമാ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നൂറുകണക്കായ ചെരുപ്പുകൾ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പ് തരയാൻ വേണ്ടി നമ്മൾ നടക്കുമ്പോ എത്ര ചെരുപ്പിലാണ് നമ്മൾ ചവിട്ടുക? അത് ഹറാമാണെന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഒരു വ്യക്തിയുടെ അഭിമാനത്തെ വ്രണപ്പെടുത്താൻ പാടില്ല എന്ന ഏറ്റവും സമ്മോഹനമായ ചിന്തയല്ലേ മുസ്ലിമേ അത്? അതൊരു ആരിഫിൽ നിന്ന് മാത്രമുണ്ടാകുന്നതാണ്. അന്യരെ ഒരു വാക്കുകൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക കഴിയുന്നുണ്ടോ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്? പരസ്പരം വിമർശിച്ചിട്ട്, പരസ്പരം ആക്ഷേപിച്ചിട്ട്, പരസ്പരം ഗീബത്ത് പറഞ്ഞിട്ട്, നമീമത്ത് പറഞ്ഞിട്ട്, എന്തിനേറെ ശാരീരികമായി ആക്രമിക്കാൻ വരെ നമ്മുടെ സമൂഹം തയ്യാറാകുന്നില്ലേ മുസ്ലിമേ? എത്ര അമ്മായിമ്മമാരാണ് മരുമക്കളെ പാമ്പിനെ ഉപദ്രവിക്കുന്നത് പോലെ ഉപദ്രവിക്കുന്നത്. കണ്ണൂരിൽ ഒരുപക്ഷെ ഈ പറഞ്ഞത് വാസ്തവമാകില്ല, അവർ സ്വന്തം വീട്ടിൽ നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ തൃശ്ശൂരിലൊക്കെ അത് ഭയങ്കര പരിപാടിയാണ്. അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര അടിയാണ്. എന്നാൽ ഇവരൊക്കെ ഭയങ്കര ഇബാദത്തിന്റെ ആൾക്കാരാണ്. മജ്ലിസുന്നൂറിന് പോകും, മൗലൂദ് ഓതും, കുത്തുവെയ്ത്ത് നടത്തും, മഗ്‌രിബിയായ തസ്ബീഹ് ചൊല്ലും, വിത്ത് നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. പക്ഷെ അമ്മായിയും മരുമകളും തമ്മിൽ ഭയങ്കര അടിയാണ്. നമ്മൾ മനസ്സിലാക്കി ഇസ്ലാം അപ്പൊ എന്താണ്? ഇനി അത് വേണ്ട, നിങ്ങൾക്കത് ഫിറ്റാകാത്തതുകൊണ്ട് അല്ലേ? അഷ്റഫ് ഉസ്താദ് ഇവിടെ സ്വന്തം വീട്ടിലല്ലേ? എന്തേ എന്തുട്ട്? അല്ല, നിങ്ങൾ പാലക്കാടല്ലേ? നിങ്ങൾ തൃശ്ശൂരല്ലേ? നിങ്ങൾ പാലക്കാടൊക്കെ നല്ല നാടാണ് കേട്ടോ. ഞാൻ തൃശ്ശൂരത്തെ കാര്യം പറഞ്ഞു, എൻ്റെ നാടെ പറഞ്ഞു, ചാവക്കാട്ടെ കാര്യം പറഞ്ഞു.
ഒരു മുൻകൂർ ജാമ്യം എടുക്കുക, അവിടെ നിന്ന് പോണ്ടേ ഹബീബിങ്ങളെ? അല്ല, അവിടെ അത് ഭയങ്കരമായ ഒരു ക്ലാഷാണ്, ഒരു ഫാമിലി പ്രശ്നമാണ്. അല്ലാഹു നമ്മുടെ ആളുകൾക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. ഞാൻ വളരെ ആത്മാർത്ഥമായി മുഅ്മിനീങ്ങളെ പറയാണ്, എന്തിനാണ് നമ്മൾ ഇബാദത്തോണ്ടൊന്നും സ്വർഗത്ത് പോകുമെന്ന് വിശ്വസിക്കണ്ടോ? പള്ളിയൊക്കെ ഉണ്ടാക്കിയാണ് നല്ല കാര്യം. ആ തലകുത്തി മറിച്ചലോണ്ടും സ്വർഗം കിട്ടും നിങ്ങൾ കരുതണ്ട. നല്ലൊരു മനുഷ്യനാകാൻ പറ്റും. ഇബാദത്ത് വേണം, വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ അത് നിങ്ങൾ അടിവരണ്ട. ഇബാദത്ത് ഉറപ്പാണ്, അത് പിന്നെ വേണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. ഒരാളെ കുറ്റം പറയരുത്. ഇത് ഞാൻ വെറുതെ ഒരു ഗിരിപ്രഭാഷണം നടത്തില്ല, ഞാൻ പറയാറില്ല. ഞാൻ ഭയങ്കര ഇബാദത്താന്ന് ഞങ്ങളോട് പ്രസംഗിച്ചിട്ടില്ലല്ലോ. എന്താ പറയാത്തത്? ഞാൻ ഇബാദത്തിന്റെ ഒരാളല്ല, ഞാൻ ഭയങ്കര ഈമാനുള്ള ആളാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ക്വാളിറ്റിയോടെ പറയുന്നത്, ഞാൻ കുറ്റം പറയാറില്ല. അല്ലാഹു അങ്ങയുടെ മനസ്സ് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. സംഘടനാപരമായ പോലും നമ്മൾ കുറ്റം പറയാറില്ല. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചോ നാളെ രാവിലെ, ആദർശപരമായി പറയും, വ്യക്തിപരമായി നമ്മൾ കുറ്റം പറയാറില്ല. എന്താന്ന് വെച്ചാൽ ഖബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോൾ ഒരാളും ഉണ്ടാവില്ല രക്ഷപ്പെടുത്താൻ, കേട്ടാ. ഇപ്പൊ ഈ പള്ളി ഉദ്ഘാടനമായിട്ട് എത്ര ആൾക്കാർ ദീപത്തിന് വീത്തും പറഞ്ഞിട്ടുണ്ടാവും? വെറുതെ പറയണം, സത്യമാകാതിരിക്കട്ടെ. കണ്ട അവരാ പള്ളിക്ക് മിനാരം വെച്ചത് ശരിയായില്ല, എന്തിനാണ് ഇപ്പൊ ഈ ലൈറ്റ് ഇട്ടത്, എന്തിനാണ്? കമ്മിറ്റിക്കാര് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ മാറി നിന്ന് ഭയങ്കര ഇവരാരും പറഞ്ഞു തന്നൊന്നല്ല കേട്ടോ. ഐ എം എ സൈക്കോളജിസ്റ്റ്, ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രം. നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ ടൈമില്ല. ഇബാദത്തുകൊണ്ടൊന്നും പള്ളി ഉണ്ടായതുകൊണ്ടും സ്വർഗത്ത് പോകും നിങ്ങൾ കരുതണ്ട. ഞാൻ അതിന്റെ മഹത്വം നിങ്ങളുടെ നിലപാടിനെയും സ്വതക്കെയും കുറക്ക് കാണിക്കില്ല. നല്ല മനുഷ്യനാകണം. അല്ലാഹു നമ്മളെ നല്ല മനുഷ്യന്മാരാക്കട്ടെ. ബേസിക്കലി അങ്ങനെ സംഭവിക്കണം. അപ്പോ എന്താ ഇങ്ങനെ പറയാൻ കാരണം, അത്തിപ്പറ്റ ചെരുപ്പ് ചവിട്ടിയതിന് പൊരുത്തപ്പെടിക്കുകയാണ്. എന്താ വന്നു പൊരുത്തപ്പെടിക്കുകയാണ്. നമ്മള് ചെരുപ്പമല്ല ചവിട്ട, വേണമെങ്കിൽ നെഞ്ചത്ത് വേണമെങ്കിൽ ചവിട്ടും. ഇപ്പൊ പള്ളിയുടെ മുന്നിലൊക്കെ CCTV ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് വരും, ഇപ്പൊ AC വരും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. CCTV ക്യാമറ വരും. എന്തിനാണത് വെക്കുന്നത്? വെള്ളിയാഴ്ച ചെരുപ്പ് കട്ട് കൊണ്ടുപോകാതിരിക്കാൻ. പള്ളി വന്ന് നിസ്കരിച്ചു പോകുമ്പോ ജനങ്ങൾ പുതിയ ചെരുപ്പ് കട്ടുകൊണ്ടുപോവുകയാണ്. നിങ്ങളെന്താ ചിരിച്ചിവിടുന്ന് കട്ടുകൊണ്ടോ? ഉണ്ടാരെങ്കിലും ഉണ്ടോ നിങ്ങളെ? അല്ല, അറിയാതെ കൊണ്ടുപോകണില്ലേ? ഇല്ലല്ലേ? നല്ല നാട്. എന്താ സ്ഥലത്തിന്റെ പേര്? പട്ടയം. പാട്ടയം അല്ലെങ്കിൽ പാട്യം ആയിക്കോട്ടെ. ഹബീബിങ്ങളെ കണ്ടോ, ആ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ? ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള മനോഹരമായ ആത്മഭാവമാണ്. അത്തിപ്പറ്റ ഉസ്താദ് ഒരു സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ആളുകളെല്ലാം ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുകയാ. കൈ കഴുകാൻ വേണ്ടി ടാപ്പിലേക്ക് പോകുമ്പോ നിലത്തെന്തോ കണ്ടു കുനിഞ്ഞു നിന്നു. ഒരു വജ്രവൈഡൂര്യ കല്ല് കണ്ടതുപോലെ ഉസ്താദ് കുനിഞ്ഞു നിന്നതെടുത്തു. വില പിടിച്ച എന്തോ മുത്തു പെറുക്കി എടുക്കുന്നത് പോലെ എടുത്തതെന്താന്നറിയാവോ? അതൊരു പത്തിരിയുടെ പൊട്ടാണ്. ജനങ്ങൾ ചവിട്ടിപ്പോയ, മണ്ണിനോട് ചേർന്നു പോയ, മണ്ണ് ചേർന്നലിഞ്ഞു പോയ ഒരു പത്തിരിയുടെ പൊട്ടാ. അതെടുത്തിട്ട് പൈപ്പിൽ കൊണ്ടുപോയി കഴുകിയിട്ട് പറ്റിപ്പിടിച്ച മൺകണങ്ങളെ നുള്ളി നുള്ളി പുറത്തേക്കിട്ടിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കഴിച്ചു അത്തിപ്പറ്റ ഉസ്താദ്. അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, മക്കളെ ഇത് തആമാ, ഇതിലേതിലാണ് ബറക്കത്തെന്ന് പറയാനാവില്ല പൊന്നുമക്കളെ എന്ന് പഠിപ്പിച്ചു അത്തിപ്പറ്റ ഉസ്താദ്. എന്തുകൊണ്ടാണ്? ആ മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ കുടികൊണ്ട ആത്മീയ ഭാവമാണ്. നമ്മൾ 5 വക്ത് കൃത്യം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഫുഡ് എത്രയാണ് വേസ്റ്റ് ആക്കുന്നത്? പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല ഫുഡിന് അറിയപ്പെട്ടൊരു നാടാണ്. നിങ്ങൾ ഭയങ്കര ആതിഥേയന്മാരാണ്. അക്രിമുൽ ളയൂഫ്, അതിഥി ദേവോ ഭവ. ഭയങ്കര ഫുഡ് പ്രിയരാണ്.
കണ്ടുപിടി ജോലി ചെയ്യുന്ന ഉസ്താദ്മാരൊക്കെ നല്ല സുഖമായിരിക്കും. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പക്ഷെ മുമ്പ് ഫുഡ് വേസ്റ്റ് ആക്കിയത്, കല്യാണത്തിനൊന്നും വേസ്റ്റ് ആക്കിയത്. കല്യാണം പോട്ടെ, സ്ത്രീകളോട് ഞാൻ പറയാം, നമ്മൾ 5 വയസ്സുള്ള പിള്ളേരോട് സ്വയം ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ തന്നെ അത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ദേഷ്യപ്പെടുകയല്ല, വളരെ മനോഹരമായി അവരെ അഡ്വൈസ് ചെയ്യണം, ഉപദേശിക്കണം. 2, 3, 4 തവണ പറഞ്ഞ് ഉപദേശിച്ച് അവർക്കറിയും ഭക്ഷണം പുറത്തു പോകാൻ പാടില്ല. അത് വാപ്പയും ഉമ്മയും തന്നെ ബാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ മക്കളും ബാക്കി വെക്കും. അതെന്താ ഉസ്താദെ, ഞങ്ങളുടെ പണമല്ലേ, ഞങ്ങളുടെ പൈസ അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കരുത്. മാലിന്, മുതലിന് ഒരു മനുഷ്യനിൽ അധീശത്വാധികാരം ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. മാല്, സമ്പത്ത് അള്ളാഹുവിൻ്റെയാണ്. നമ്മളത് ക്രയവിക്രയം ചെയ്യുന്ന ഖലീഫമാര് മാത്രമാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നോക്കൂ, നിങ്ങൾ ഗൾഫ് തകരാൻ പോവുകയാണ്, അള്ളാഹു കാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് കണ്ണൂർ ഗൾഫ് സെറ്റിൽഡ് ആയ, ഗൾഫ് ബെൽറ്റായ ഒരു പ്രദേശമാണ്. മാഷാ അല്ലാഹ്, എത്രയോ മസ്ജിദുകളും മദ്രസകളും ഗൾഫിലെ പ്രവാസികളുടെ സമ്പത്ത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകട്ടെ. അപ്പൊ ഇതിലും ഗൾഫ് പണമുണ്ട്. സ്വാഗതത്തിൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അറബികളുടെ പണം ഇതിലുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? എന്താ മിണ്ടാത്ത്? സമ്മതിക്കോ? അയ്യോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്ന എന്തുട്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നത്? ഇതിൽ അറബിയുടെ പണല്ലേ? ഇല്ല എന്നാണ് നമ്മുടെ മനോഹരായി സ്വാഗതം പറഞ്ഞ നമ്മുടെ മാഷ്. ഇതിൽ അറബിയുടെ പണല്ലേ? അറബിയുടെ നേരിട്ടിട്ടില്ലെങ്കിലും പട്ടയത്തെ, എന്തൂട്ടങ്ങളുടെ നാടിന്റെ പേര്, പാട്ടയത്തെ ഒരുപാട് പ്രവാസികളായ സഹോദരന്മാരുടെ സമ്പത്ത് ഇതിലുണ്ട്. അപ്പോൾ അത് അറബികളുടെ സമ്പത്തുമായി കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഹങ്കാരം കൊണ്ടും അതിരുകടന്ന ഒരുപാട് പരിപാടി കൊണ്ട് അള്ളാഹു ഒരു 8ന്റെ പണി തരാൻ പോവാ. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ വനഖ്സിം മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. തലമുറകളെ നിങ്ങൾക്കറിയൂല, വയനാട് ചുരമിറങ്ങിയിട്ട്, കുറ്റ്യാടി ഇറങ്ങിയിട്ട് കണ്ണൂരിലെ പാട്ടയത്തേക്ക് കാളവണ്ടിയില് മുളയുടെ പൂവ് കൊണ്ടുവന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തത്തിന് പൂക്കളിടാനല്ല, മുളയുടെ പൂവ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സദസ്സിൽ ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. പ്രായമുള്ളവരൊക്കെ വീട്ടിലായിരിക്കും. അറിയുന്ന ആരെങ്കിലും ഒന്ന് കൈയൊന്ന് വെച്ചാണ് മുളയുടെ പൂവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് കഞ്ഞി വെക്കാനുള്ളതാണ്, മുളയുടെ അരി. ഇന്ന് ഒരു ദിവസം ഒരു ചിക്കൻ 65 കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അന്ന് ഈ മുളയുടെ അരി കൊണ്ടാണ് ഭക്ഷണം വെച്ചത്. തകരച്ചെടിയാണ് കറിയാക്കി വെച്ചത്. അന്ന് കല്യാണത്തിന് 2 മണിക്കാണ് പുതിയാപ്പിള വരിക. പകല് 2 മണിക്കല്ല, രാത്രി 2 മണിക്ക്. പാട്ടൊക്കെ പാടി, ദഫൊക്കെ മുട്ടി, കുരുകുരു മെച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മെച്ചം പെണ്ണുണ്ടോ. അംസസ്താവ് നല്ല പാട്ടുകാരനാണ്. അവസാനത്തെ ദിവസം നല്ല പാട്ട് നിങ്ങൾക്ക് പാടിത്തരും. ഞാനൊരു പാട്ടുകാരനല്ല. അപ്പോ 2 മണിക്ക് വരുമ്പോ പുൽപ്പായയില് 5ഉം 10ഉം 15ഉം ആളുകള് ഭക്ഷണത്തിന് ചുറ്റും ഇരിക്കും. ഓരോരുത്തർക്കും ഓരോ ടേബിളും ഓരോ പ്ലേറ്റും അല്ല, 15 ആളുകൾക്ക് വേണ്ടി വാഴയുടെ ഇല വെട്ടിയിട്ടിട്ട് കൂമ്പാരമാക്കി ചോറ്. അതിന് മുകളിൽ ഒരു തളമുണ്ടാക്കി അതിലേക്ക് കറി ഒഴിക്കും. 500ഉം 700ഉം ആളുകൾക്ക് ഒരു കോഴിയാണ് കറി വെച്ചത്. ഇന്നത്തെ ഫുഡിന് കോഴി പീസാക്കി ആൾക്കാർക്ക് തിന്നാൻ പറ്റാതിരിക്കുകയാണ്. അല്ല, നന്നല്ലാത്തതുകൊണ്ടല്ല, കഴിച്ചിട്ടും ബാക്കി 2-3 കോഴിനെങ്കിലും മുറിച്ചിട്ടുണ്ടാവും. അന്ന് ഒരു കോഴി അതിന്റെ ജ്യൂസായിരിക്കും. എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വലിക്കും വരലുണ്ട്. അപ്പൊ കറി അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്ര പട്ടിണിയുടെയും ഒരു പരിവട്ടത്തിന്റെയും ഒരു കാലഘട്ടം നിങ്ങളുടെ പാട്ടയത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. 970കളിൽ എൻ്റെ ചാവക്കാട്ട് നിന്ന് ആദ്യമായി 10 മാരി കയറി വേലായുധൻ പോയതോടുകൂടി അൽഖോബാറിലേക്ക് ലോഞ്ച് കയറി കേരളത്തിലെ ആളുകളുടെ ഒരു പ്രവാഹമുണ്ടായി. ഇന്ന് മിനി ഗൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു ചാവക്കാട്. ഇവിടെയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്.
ഒരു പരിധിവരെ കണ്ണൂക്കാരൊക്കെ മുംബൈയുമായി കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഹബീബന്മാരെ, ആ പണത്തിന്റെ മികവാണ് ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടായത്, വീടുകൾ ഉണ്ടായത്. അന്ന് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? വയനാട്ടിലേക്കും അട്ടപ്പാടിനയിലേക്കും കുടിയേറ്റം നടത്തി. അവരവിടെ മൊട്ടക്കുന്നുകൾ വാങ്ങി. അപ്പൊ മുസ്ലിങ്ങൾ കളിയാക്കി, അച്ചായന്മാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ താമരശ്ശേരിയൊക്കെ പോയി നോക്കൂ, അവിടെ ക്രിസ്ത്യൻ ബെൽറ്റായി മാറിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന്, ചങ്ങനാശ്ശേരി നിന്ന് നമ്മൾ ഗൾഫിലേക്ക് കയറി, അവര് നമ്മുടെ കാട്ടിലേക്ക് കയറി. ഉഴുതു മറിച്ചു, റബ്ബർ വെച്ചു, ഇഞ്ചിയും മേലവും കുരുമുളകും അവർ വെച്ചു പിടിപ്പിച്ചു, കറിയാമ്പട്ട വെച്ച് പിടിപ്പിച്ചു. ഇന്ന് അതിസമ്പന്നമാണ് കുടിയേറ്റ മേഖലകൾ. ഇതൊരു വസ്തുതയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. പുതിയ തലമുറ മനസ്സിലാക്കണം. നമ്മൾ ഖബർ പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല. അവര് വലിയ സമ്പന്നതയില്ല. നമ്മളോ ഗൾഫ് പോയി ഉടനെ ഒരു വീട് വാങ്ങി, വലിയ വീട് വെച്ചു, ഒരു മതിൽ കിട്ടി. ആരും ഇങ്ങോട്ട് വരണ്ട. ഒരു കല്യാണം ഉണ്ടായ ഭാര്യ കത്തെഴുതി, അപ്പൊ ഒരു കോയിൻസ്, അടുത്ത വീടിരിക്കുന്ന ഒരു കോയിൻസ്, അങ്ങനെ കോയിൻസ് കൊടുത്ത് അവിടെ കുബൂസും ദാൽകറിയും കഴിച്ചിട്ടാണ് അവൻ ഗൾഫിൽ കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കിയില്ല. കല്യാണത്തിന് മാറി മാറി നമ്മൾ പർദ്ദ എടുത്തു. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, സ്ത്രീകളെ കുറ്റപ്പെടുത്താത്ത പ്രഭാഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാ. മാറി മാറി ട്രെൻഡിനനുസരിച്ച് ഡ്രസ്സ് വാങ്ങി. മകന് ഏറ്റവും മികച്ച ബൈക്ക് തന്നെ നമ്മൾ വാങ്ങിക്കൊടുത്തു. ബൈക്കൊക്കെ വാങ്ങിക്കൊടുക്കണം, പക്ഷെ അത് 1.5 ലക്ഷത്തിന്റെ ബൈക്ക് ആകരുത്. മൊബൈൽ ഫോൺ വാങ്ങണം, പക്ഷെ അത് 30,000 ഫോൺ ഇപ്പോഴേ വാങ്ങിക്കൊടുക്കരുത്. ചെറിയ ഫോണൊക്കെ പോരെ. അടിച്ചു പൊളിച്ചു. അന്ന് അച്ചായനെ പൊട്ടൻ എന്ന് വിളിച്ചവരെ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് നമ്മുടെ ആളുകൾ വണ്ടി കയറാൻ പോവുകയാണ്. അടിച്ചു പൊളിച്ചോളൂ. ഒമാനിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന് ആളുകൾ തിരിച്ചു വരാൻ പോവുകയാണ്. ഇനി മക്കള് വല്ലാതെ അടിച്ചു പൊളിക്കില്ല. ഇനി സഹോദരിമാര് വല്ലാതെ പർദ്ദയൊന്നും എടുക്കില്ല. നിങ്ങൾ എപ്പോഴും ദ്വയർന്നോളൂ മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് ഈ സദസ്സിലൊക്കെ തിരിച്ചു വരാൻ പോവുകയാണ്. അവിടെ അറബികൾക്ക് ബോധം വെച്ചു. അന്ന് സ്വദേശികളെ അവര് വെറുതെ നടന്നു. ഇന്നവർ കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പോയി പഠിക്കുകയാണ്. അറബികൾക്ക് ബോധം വെച്ചു. അപ്പൊ അവിടെ സ്വദേശിവൽക്കരണമായി, സ്ഥാപനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തി. അറബികളില്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ തുടങ്ങി. ഇങ്ങോട്ട് വരും. നമ്മുടെ കണ്ണൂരിലെ പാട്ടയത്തെ മുസ്ലിങ്ങള് ഇവിടെ വന്നാലോ പഴയ പരിഗണന ലഭിക്കൂല കേട്ടോ. പണ്ടവൻ റോയൽ മിറാജിന്റെ സ്പ്രേയുടെ മണവും ഹൈ ഹീലിന്റെ ചെരുപ്പും ഒക്കെ ഇട്ട് വരുമ്പോ വല്ലാത്ത പരിഗണനയായിരുന്നു. പിരിവുകാരവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. കമ്മിറ്റിക്കാരെപ്പോഴും പിരിവ്. കല്യാണം വന്ന അപ്പ പിരിവ്, രോഗിയായ അപ്പ പിരിവ്. നല്ല കാര്യം, കൊടുത്തതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പക്ഷെ ഇനി ആള് വരില്ല. ഇവനാണ് ഇവിടെ നീ മീൻ കച്ചവടം നടത്താൻ പറ്റുമോ? കുറച്ചൊക്കെ നന്നായി ജീവിച്ചയാളല്ലേ? പറ്റില്ല. കളക്കാൻ പോകാൻ പറ്റുമോ? അതും പറ്റൂല. ഗവൺമെന്റിന് താങ്ങാൻ പറ്റുമോ? ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, പ്രവാസികൾക്ക് പുനരധിവാസം കൊടുക്കാൻ പറ്റുമോ? നടക്കില്ല. ഒരു കമ്മ്യൂണൽ ക്ലാഷ് ആണ് വരാൻ പോകുന്നത്. ഇത് എഴുതി വെച്ചോളൂ. വരാൻ പോകുന്ന 10 കൊല്ലത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ്. 10 കൊല്ലം കഴിഞ്ഞ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് വിളിച്ചോളൂ. ഉറപ്പ് വരാൻ പോവാ. അപ്പം ഉമ്മമാരെ, നമ്മൾ കറണ്ട് ഉപയോഗിക്കുമ്പോൾ, വെള്ളം ഉപയോഗിക്കുമ്പോൾ, പച്ചക്കറി വാങ്ങുമ്പോൾ, ഇറച്ചി വാങ്ങുമ്പോൾ ഒരു കൺട്രോളും ഒരു പ്ലാനിങ്ങും, ഡ്രസ്സ് വാങ്ങുമ്പോൾ ഉണ്ടാക്കിക്കോളൂ. മിച്ചം വെച്ചോളൂ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്തോളൂ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോളൂ. ദീനിനു വേണ്ടി കൊടുത്തതൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല. അത് 2 ലോകത്തും ഉപകാരപ്പെടും. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളൂ, അള്ളാഹുവേ പരീക്ഷണങ്ങളിലേക്ക് ഞങ്ങളെ വിടല്ലേ തമ്പുരാനെ. സമ്പത്തിന്റെ നഷ്ടം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഭയം കൊണ്ട് പരീക്ഷിക്കും. ഭയപ്പെടാൻ തുടങ്ങിയില്ലേ? ഇത്തിരി മാംസം കഴിച്ചതിന്റെ പേരിലാണ് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉത്തരേന്ത്യയുടെ തെരുവീതികളിൽ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊന്നത്. ഭയപ്പാടിലല്ലേ നിങ്ങൾ? ട്രെയിനിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന് ഡൽഹിയിലേക്ക് പെരുന്നാളിന്റെ പുടവ വാങ്ങാൻ പോയ ഹാഫിള് ജുനൈദ് എന്ന് പറയുന്ന 14കാരനെ കത്തിയിറക്കി കുത്തിക്കൊന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടാണ്.
നിങ്ങളുടെ ഈ ജില്ലയുടെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ശരീരനഷ്ടം കൊണ്ട് പരീക്ഷിക്കും എന്ന് പരിശുദ്ധനായ അല്ലാഹു. വിഷയം അതല്ല, ഇടയിലൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ശരീരം നഷ്ടാകല്ലേ? നോക്കൂ, അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. ദുബായിൽ ജോലി ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കാതിരിക്കില്ല. പ്രവാസി പുരസ്കാരം ലഭിച്ച ഒരാളാണ് അദ്ദേഹം. അവിടെ ആരെങ്കിലും മരിച്ചാൽ മയ്യത്ത് എംപാം ചെയ്യുന്നതിനും അവിടുത്തെ പേപ്പേഴ്സുകൾ ശരിയാക്കുന്നതിനും അവിടെ അറബ് ലോകത്തിന്റെ പ്രൊസീജിയറുകൾ കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് അഷ്റഫ് താമരശ്ശേരി. ഒരു മഹാനെന്ന നിലക്കൊന്നുമല്ല ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നതോടുകൂടി ഞാൻ അത് അവസാനിപ്പിച്ചു. അപ്പൊ പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയാറുള്ള സംഭവം ഞാൻ പറയാണ്. UAE-യിൽ ഒരു ദിവസം 4 or 5 ആളുകൾ മരിക്കുന്നുണ്ട്. മരിക്കുന്നത് അപകടം ഉണ്ടായിട്ടല്ല, ആക്സിഡന്റ് ഉണ്ടായിട്ടല്ല, ക്യാൻസർ വന്നിട്ടല്ല. ആളുകൾ മരിക്കുന്നത് 25-ന്റെയും 50-ന്റെയും ഇടയിൽ ആളുകൾ സൈലന്റ് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരിക്കുകയാണ്. ടെൻഷൻ അടിച്ച് മരിക്കുകയാണ്. മയ്യത്ത് വരും, നെടുമ്പ നിങ്ങളുടെ കോഴിക്കോട് എയർപോർട്ടിൽ വരും, പാട്ടയത്തേക്ക് ആംബുലൻസിൽ വരും, മുമ്പിൽ വീടിന്റെ മുന്നില്. അപ്പൊ അടിച്ചു പൊളിച്ച പെണ്ണ്, നീ കരയരുത്, നീ ചിരിച്ചാ മതി, ചിരിച്ചാ മതി. മക്കൾ കരഞ്ഞോട്ടെ. അന്ന് ചെറുപ്പക്കാര്, മക്കള്, ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ മയ്യത്ത് കണ്ട് നിങ്ങൾ കരയരുത്, ചിരിക്ക്. 1000-കണക്കിന് രൂപ അടിച്ചു പൊളിച്ചിട്ട് ആഘോഷം നടത്തിയിട്ടും കല്യാണത്തിന്റെ രാവുകളെ തെമ്മാടിത്തരത്തിന് കാര്യമാക്കിയവരും ചിരിക്ക്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കൊണ്ട് തീരും നിന്റെ സങ്കടം. അള്ളാന്റെ പരീക്ഷണം വരുമെന്ന് ബഷീറിന്റെ വാക്കല്ല, ജഗനിയന്താവായ ജമാലായ അള്ളാഹുവിന്റെ വാക്ക. ഇനിയും വരും പാട്ടയത്ത് കല്യാണം, അടിച്ചു പൊളിക്ക്. ഞാൻ അതിനെ ആക്ഷേപിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഉൾക്കൊണ്ടാൽ മതി. അങ്ങനെ വേറെ പറയേണ്ട വിഷയമൊന്നുമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്ന് മാത്രം. മരിക്കുകയാണ് ആൾക്കാർ, മയ്യത്ത് ഇങ്ങനെ വരാൻ പോവുക. ടെൻഷൻ അടിച്ച് സ്ട്രെസ് കൂടിയിട്ട്. എന്താ കാര്യം? ഇവിടുന്ന് ഉമ്മ ഒന്ന് വിളിച്ചു പറയും, 10 മിനിറ്റ് കഴിഞ്ഞാൽ ഭാര്യ വിളിച്ചു പറയും. അങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ പ്രാർത്ഥിച്ചോളൂ. കുഞ്ഞുമക്കള് ഗ്ലാസിന്റെ മുകളിൽ തലയിട്ടടിച്ചിട്ട് ബാപ്പാ എന്ന് വിളിക്കുമ്പോ ഉണരാതെ കിടക്കുന്ന മക്കളും ബാപ്പയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പട്ടിണിയുടെ ഒരു കാലം നിങ്ങൾക്ക് പാട്ടയത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അന്ന് സമാധാനമുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നല്ല സമാധാനമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് നേരം വെളുത്താൽ ഒരാളോട് ചോദിച്ചു നോക്കൂ, എന്തുട്ടാ വിശേഷം എന്ന് ചോദിച്ചു നോക്കൂ, എന്തായിരിക്കും കമന്റ്? ഭാര്യക്ക് വയറുവേദനയാണ്, ഉമ്മാക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ആണ്, കുട്ടി വീണു, തല ഒട്ടിയിട്ടുണ്ട്, വലിയ അപ്പ പ്രസവിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പരാതിയായിരിക്കും നമ്മൾ പറയും. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ പറയും സമയമില്ല എന്ന് പറയും. ഒരാൾ മരിച്ചാൽ നമ്മൾ പറയും സമയമില്ല, കല്യാണത്തിന് പോകണം സമയമില്ല. സമയം എങ്ങോട്ടാ പോകുന്നത്? 50 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആ വാച്ച് ക്ലോക്ക് ഇപ്പോഴും ഓടുന്നത് ഒരേ നിലവാരത്തിൽ തന്നെയാണ്. എവിടെ സമയം പോയത്? പണ്ടത്തെക്കാൾ കൂടുതൽ സമയം ലാഭമുള്ള ഒരു കാലമല്ലേ? മനസ്സിന് സ്ട്രെസ്സാണ്, സമാധാനമില്ലാത്ത ജീവിതമാണ്. അവിടെയാണ് ആത്മീയത കൊണ്ട് സമാധാനത്തെ തിരിച്ചു പിടിക്കൂ എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പണ്ട് ഒരു കത്തെഴുതണമെങ്കിൽ എത്ര സമയം എടുക്കും? ഒബില്ലാഹി തൗഫീഖ്. ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെ, അവിടെയും സുഖമെന്ന് കരുതുന്നു. പിന്നെ കടലാസ് മനസ്സിൽ വായിൽ വെക്കും. 1.5 മണിക്കൂറിന് പിന്നെ എഴുതാൻ കഴിയില്ല. അങ്ങനെ ഒരാഴ്ച എഴുതിയുണ്ടാക്കിയ കത്ത് എയർമെയിലാക്കി പോസ്റ്റ് ചെയ്തിട്ട് 15 ദിവസം കഴിഞ്ഞ് അബുദാബിയിൽ കത്ത് കിട്ടിയിട്ട് അയാൾ വായിച്ച് പിന്നെയും വൈകിട്ട് 1 മാസത്തെ ഇടവേളയാണ്, 2 മാസത്തെ ഇടവേളയാണ്. ഒരു കത്ത് വന്നു വരാൻ, മറുപടി ലഭിക്കാൻ സമയം എത്രയോ നഷ്ടമാണ്. ഇന്നങ്ങനെയാണോ? ഫോണിൽ വിളിച്ചാൽ, വാട്സപ്പിൽ വിളിച്ചാൽ, IMO-യിൽ വിളിച്ചാൽ നിമിഷ നേരം കൊണ്ട് എത്ര അകലങ്ങളിലുള്ള ആളാണെങ്കിലും ഭൂഖണ്ഡാന്തരങ്ങൾക്കപ്പുറത്തു നിന്ന് ലൈവായി മുന്നിൽ നിൽക്കുന്ന
ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും ഞാൻ പറയുന്നു സമയമില്ല. പണ്ടിവർക്കൊന്ന് അരക്കണമെങ്കിൽ അമ്മയിലിട്ടൊരു 30 മിനിറ്റ് എങ്കിലും അരക്കണ്ടേ. ഇന്ന് ഗ്രൈൻഡറിലിട്ട് സ്വിച്ച് ഇട്ടാൽ ടേസ്റ്റ് ഇല്ലെങ്കിലും 2 മിനിറ്റ് കൊണ്ട് അരച്ച് കിട്ടുന്നില്ലേ. പണ്ടിവർക്ക് അലക്കണമെങ്കിൽ കുളിക്കടവിൽ പോയി 2 മണിക്കൂർ നേരം ഈബത്തും നമീമത്തും പറഞ്ഞിട്ട് അലക്കി വെളുപ്പിച്ചില്ലേ. ഇന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ ചളി പോയിട്ടില്ലെങ്കിലും 10 മിനിറ്റ് കൊണ്ട് അലക്കി കിട്ടുന്നില്ലേ. സമയം ലാഭമാണ്. പണ്ടൊരാൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പറമ്പിന്റെ അറ്റത്തെ വിദൂരയിലേക്ക് പോകണമെങ്കിൽ, ഇന്നൊന്ന് പോകണമെങ്കിൽ റൂമിന്റെ വാതിൽ തുറന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് കയറാൻ നിമിഷ നേരം വേണ്ടല്ലോ സഹോദര. സമയം ലാഭമല്ലേ. എന്നിട്ടും പറയുന്നു സമയമില്ല, സമയമില്ല. പണ്ടൊരു വിളക്ക് കൊളുത്തണമെങ്കിൽ എണ്ണത്തിരിയിട്ടിട്ട് തുടച്ചു മിനുക്കിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കണ്ടേ. ഇന്ന് സ്വിച്ചിട്ടാൽ മുകളിൽ നിന്ന് താഴോട്ട് കത്തുകയല്ലേ. എന്നിട്ടും മനുഷ്യൻ പറയുന്നു സമാധാനമില്ല. സമാധാനം സമയത്തിന്റെ അല്ല പ്രിയപ്പെട്ടവരെ. അന്ന് കപ്പ തിന്നുന്ന, ഏറ്റവും ലളിതമായ ഭക്ഷണം കഴിച്ച, പരിമിതമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന പാട്ടയത്തെ വല്യാപ്പമാർക്ക് സമാധാനമുണ്ടായിരുന്നു. ഇന്ന് കാറുണ്ട്, വീടുണ്ട്, സന്താനങ്ങളുണ്ട്, ഷോപ്പിംഗ് മാളുകളുണ്ട്, കമേഴ്സ്യൽ കോംപ്ലക്സുകളുണ്ട്, സാമ്പത്തിക സൗകര്യങ്ങളുണ്ട്. പക്ഷേ സമാധാനമില്ല സഹോദരാ. അവിടെ നിങ്ങൾ ആത്മീയ സങ്കേതങ്ങളെ തേടണമേ. അതല്ലാതെ മറ്റൊരു വഴിയില്ല മുഅ്മിനെ. സുലൂക്കിന്റെ വഴികളെ നിങ്ങൾ അന്വേഷിക്കണേ ചെറുപ്പക്കാരാ. ഇത് വയസ്സുള്ളവർക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. എത്ര നാടുകളിലാണ് 100 കണക്കിന് ചെറുപ്പക്കാർ. നിങ്ങൾ വേഷം മാറണ്ട, പാന്റ് മാറണ്ട, നിങ്ങളുടെ വസ്ത്രമൊന്നും മാറ്റണ്ട. റോയൽ ഷർട്ട് നിങ്ങൾ ഇട്ടോളൂ, നൈക്കിന്റെ ഷൂ അണിഞ്ഞോളൂ, റഫേന്റെ ജീൻസ് അണിഞ്ഞോളൂ. വസ്ത്രത്തിലേക്കല്ല അല്ലാഹു നോക്കുന്നത്, ഖൽബിലേക്കാണ്. സുഹബത്തിന്റെ ഒരു ജ്ഞാനോദയമുണ്ട് ചെറുപ്പക്കാരാ. അതൊരു വല്ലാത്ത രസമാണ് ചെറുപ്പക്കാരാ. അതിന് വല്ലാത്തൊരു രുചിയുണ്ട് ചെറുപ്പക്കാരാ. ഹലാവത്തുൽ ഈമാൻ, അതിനൊരു മധുരമുണ്ട് ചെറുപ്പക്കാരാ. എത്ര ആളുകളാണ് അത്തരം വഴികളിലേക്ക് വഴിമാറിപ്പോയിട്ടുള്ളത്. മസ്ജിദിന്റെ ഉദ്ഘാടന സദസ്സില് പാട്ടയത്തെ മുസ്ലിമേ, ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. ഒരു ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തണം. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞത് മാതാപിതാ ഗൂഗിൾ ദൈവമായി മാറിയിട്ടില്ലേ. അവിടെ ഗുരുവിന് പകരം ഗൂഗിൾ ആയിട്ടുണ്ട്. ഇന്ന് വിജ്ഞാനം പഠിക്കാൻ ഗുരു വേണ്ട, ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. പക്ഷേ അത് ഫേക്കാണ് പൊന്നുമോനെ, അതിൽ പലതും കളവാണ് പൊന്നുമോനെ. ഗുരുസിദ്ധമായ വിജ്ഞാനത്തില് കളവുണ്ടാകില്ല പൊന്നുമോനെ. അത്തരം ആളുകളെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സലാസുൽ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്. 3 ആളുകൾക്കാണ് അത് ലഭ്യമാവുക. അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനെയും റസൂലിനെയും പ്രണയിച്ചവർക്കാണ്, പേടിച്ചവർക്കല്ല. ഖബർ കേട്ട് പേടിച്ചവർക്കല്ല, നരകം കേട്ട് ഞെട്ടിത്തരിച്ചവർക്കല്ല, സ്നേഹിച്ചവർക്കാണ് ഈമാനിന്റെ മധുരമെന്ന് പരിശുദ്ധ റസൂൽ. സൂര്യചന്ദ്ര നക്ഷത്രഗോള താരപഥങ്ങള്, മാമലകള്, സമതലങ്ങള്, ആറുകള്, പുഴകള്, ജലാശയങ്ങള്, ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തില് സകല വസ്തുവിനെക്കാട്ടിലും അള്ളാനെ സ്നേഹിച്ചവർക്കാണ് ഈമാനിന്റെ മധുരം കിട്ടുക എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആ മധുരം കിട്ടാത്തതിന്റെ പേരിലാണ് പേരമ്പ് കാണാൻ നമുക്ക് പോകേണ്ടി വരുന്നത്. ആ മധുരം കിട്ടാത്തതിന്റെ പേരിലാണ് കൂട്ടുകൂടുമ്പോ പെക്കടിക്കേണ്ടി വരുന്നത്. ആ മധുരം അങ്ങ് കയറിയാൽ, ഇത് ഞാൻ വെറുതെ തള്ളുകയല്ല,
വെറുതെ വിടുവായുത്തം പറയുകയല്ല, അത് ത്രസിപ്പിക്കുന്ന ഒരു അനുഭൂതിയാണ് പൊന്നുമോനെ. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പിടിച്ചു നിർത്തിയ ഈമാൻ, ബദർ ശുഹദാക്കളെ പിടിച്ചു നിർത്തിയ ഈമാൻ, അത് മസ്ജിദ് ഉണ്ടായത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത്തരം ആളുകളുമായി ഒരാത്മബന്ധമുണ്ടാക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, അതാണ് പുതിയ ലോകത്ത് ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കാൻ കാരണമാവുക. അത്തിപ്പറ്റയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകട്ടെ. ഒരു സദസ്സിൽ ഒരു വീട്ടിൽ കയറി അത്തിപ്പറ്റ ഉസ്താദ് ചായയും പഴം പുഴുങ്ങിയതുമാണ് കൊടുത്തത്. ചായ കുടിക്കുന്നതിനിടയില് ആ വീട്ടിലെ 16-കാരനായ കുട്ടി പഴം കഴിച്ചിട്ട് തോല് മുറ്റത്തേക്ക് എറിഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, അതെടുത്തു കൊണ്ടുവാ. അതെടുത്തോണ്ടുവായോ? എടുത്തു കൊണ്ടുവന്നപ്പോ ചോദിച്ചു, ഇവിടെ ഏതെങ്കിലും മൃഗങ്ങളുണ്ടോ? ആടോ മൃഗങ്ങളോ ഉണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല. തൊട്ടടുത്ത വീടുകളിലുണ്ടോ? ഇല്ല ഉസ്താദേ. പിന്നെ എവിടെയാണുള്ളത്? കുറച്ചപ്പുറത്താണുള്ളത്. എങ്കിൽ ഈ തോല് അവിടെ കൊണ്ടുപോയി കൊടുക്ക് മകനെ എന്ന് പറഞ്ഞു മുസ്ലിമേ. അത് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു വന്നപ്പോ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞ വാക്ക്, വേസ്റ്റാക്കി കളയാൻ അല്ല ഒന്നും പടച്ചിട്ടില്ല മകനെ. ഒരാൾക്ക് ഉപകാരമുണ്ടെങ്കിൽ പിന്നെ അത് നശിപ്പിച്ചു കളയരുത് മകനെ. ഇത് പറയുന്നതാരാ? ലോകത്തെ ഏറ്റവും മനോഹരമായ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ ഇത്? ഇതിനേക്കാ വലിയൊരു ഫിലോസഫി ഉണ്ടോ? ഇതിനേക്കാ വലിയൊരു തിയോളജി ഉണ്ടോ? ഒരാൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യം നശിപ്പിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചത് ആ മനുഷ്യന്റെ ആത്മീയ ഭാവമാണെങ്കിൽ, ചെറുപ്പക്കാരെ, നമ്മൾ എത്ര വസ്തുക്കളാണ് നശിപ്പിച്ചു കളയുന്നത്? വഖഫ് ചെയ്ത ഹൗലിന്റെ വെള്ളത്തിൽ നിന്ന് 3 തവണ മുഖം കഴുകി 4ാമത്തെ തവണ നമ്മുടെ മുഖത്തേക്ക് ചേർക്കുന്ന വെള്ളം ഹറാമാണെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമാണിത്. വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല ഈ പള്ളിയിലെ വെള്ളം വഖഫ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. പഴമയിലുള്ള പള്ളികളൊക്കെ അങ്ങനെയാണ്. 3 തവണ ഒളു ഉണ്ടാക്കിയിട്ട് 3 തവണ കൈ കഴുകിയിട്ട് 4ാമത്തെ തവണ കൈ കഴുകിയാൽ അത് ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് പൊന്നുമോനെ ഈ മതം. നമ്മൾ എത്ര അതിരാണ് കവിഞ്ഞു പോകുന്നത്. അത് വീട്ടിൽ നിന്നാണെങ്കിൽ കറാഹത്താണ്. ഉമ്മമാരെ, ടാപ്പിൽ നിന്ന് ഒളു ചെയ്യുമ്പോ എത്ര വെള്ളമാണ് വേസ്റ്റാക്കി കളയുന്നത്? എത്ര വെള്ളം! നമ്മളൊന്ന് കുളിക്കുമ്പോ എത്ര വെള്ളമാണ്? ബഷീറെ, അത് എന്റെ വീട്ടിലെ വെള്ളമല്ലേ, എന്റെ ഭർത്താവിന്റെ ഷവറല്ലേ? ഇത് നിങ്ങൾ അല്ലാഹുവോട് പറയാൻ പറ്റൂല. കടലിൽ നിന്നാണ് ഒളു ചെയ്യുന്നതെങ്കിലും 3ാമത് കഴിഞ്ഞ് 4ാമത് കഴുകുന്നത് കറാഹത്തെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കാല് കഴുകുമ്പോ എത്ര കോപ്പ വെള്ളമാണ് ഉമ്മത്തെ നമ്മൾ കളയുന്നത്. ഒരു കോപ്പ കൊണ്ടൊരു കാല് കഴുകാൻ കഴിയില്ലേ? ഒരു കോപ്പ കൊണ്ടൊരു കാല് കഴുകാൻ കഴിയില്ലേ? ഇത് കമ്മിറ്റിക്കാരനോട് പറയാൻ പറഞ്ഞതൊന്നുമല്ല, പറയാൻ പറഞ്ഞത് പറയുന്ന ആളുമല്ല ഞാൻ. എത്ര കോപ്പ വെള്ളമാണ് കാലിൽ ഒഴുക്കുന്നത്? നിസ്സാരമായി തള്ളിക്കളയുന്നതിലൊക്കെ വലിയ കാര്യമുണ്ടെന്നാ നമ്മൾ തിരിച്ചറിയുക. അതറിയണമെങ്കിൽ ഇത്തരം ആളുകളുമായി സഹവസിക്കണ്ടേ. ഇബ്രാഹിമിനു അദ്ഹം എന്നൊരു മഹാന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൽഖാ എന്ന് പറയുന്ന പ്രവിശാലമായ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിമിനു അദ്ഹം. വേട്ട ആവേശമായി കണ്ടയാളാണ് അദ്ദേഹം. വേട്ടയാടി നടന്നയാളാണ് അദ്ദേഹം. ഒരിക്കൽ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ വീടിന്റെ ഉള്ളിലെ ബെഡ്റൂമിലേക്ക് കയറിയപ്പോ കണ്ട കാഴ്ച എന്താണ്? പരിചാരിക ബെഡിൽ കിടന്നുറങ്ങുകയാണ്. ആഞ്ഞടിച്ചു, ബെൽറ്റൂരി അടിച്ചു ഇബ്രാഹിമിനു അദ്ഹം. ആ പെണ്ണ് നിലവിളിച്ചു ആദ്യം, പിന്നെ ചിരിക്കാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, എന്താടി നീ ചിരിക്കുന്നത്? അടികൊണ്ട് ചിരിക്കുന്നത് എന്താ? അപ്പോഴാ പെണ്ണ് പറഞ്ഞു, രാജാവേ, റൂം വൃത്തിയാക്കാൻ കയറിയപ്പോ നിങ്ങളുടെ ബെഡിലൊന്ന് തൊട്ടപ്പോ അത് വല്ലാത്ത സോഫ്റ്റ് ആയി തോന്നി, പതുപതുപ്പാണ്. ഒന്ന് കിടന്നു നോക്കിയതാണ്. ആ സുഖത്തിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയതാണ്. ഞാൻ ചിരിച്ചത് എന്താണെന്നറിയോ? ഇത്തിരി നേരെ സുഖത്തിന് വേണ്ടി ഉടമസ്ഥനായ നിങ്ങളുടെ സുഖം ഞാൻ അനുഭവിച്ചപ്പോ നിങ്ങൾ എന്നെ ശിക്ഷിച്ചില്ലേ? എങ്കിൽ ഉടമസ്ഥനായ റബ്ബ്, അവന്റെ അനുഗ്രഹം സുഖിച്ചു ജീവിക്കുന്ന രാജാവേ,
അള്ളാഹു നിങ്ങളെ എന്താണ് പെരുമാറുക എന്ന് ഓർത്ത് ചിരിച്ചതാണ്. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അത് ഇൻസ്പയർഡായി, അതൊരു ഇൻസ്പയറായി, അതൊരു പ്രചോദനമായി കേട്ട് നടുങ്ങിയ ഇബ്രാഹിമിനു അദ്ദേഹം തന്റെ കിരീടമൂരി, തന്റെ ആടയാഭരണങ്ങൾ അഴിച്ചു വെച്ചു, അധികാരദണ്ഡ് വലിച്ചെറിഞ്ഞിട്ട് ദർബാർ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇനി എനിക്ക് രാജാധികാരം വേണ്ട. കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ ആയി മാറി ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു. കണ്ടോ, ഒരൊറ്റ ത്രെഡേ കിട്ടിയുള്ളൂ. ഞാൻ ചങ്കു പൊട്ടി പറഞ്ഞു, ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പയർ ആകാൻ വേണ്ടിയിട്ടാണ്. കാട്ടുകള്ളനായ എനിക്കൊന്നും മാറാൻ പറ്റില്ല, നമ്മളൊന്നും ശരിയാവൂല, നിങ്ങൾ ചിന്തിക്കരുത്. ദിവസം കള്ളു കുടിക്കുന്ന ആരെങ്കിലും എൻ്റെ സംസാരം കേൾക്കുന്നുവെങ്കിൽ ആഴ്ചയിൽ ഒരു പഗ്ഗാക്കി ചുരുക്കുക. ഇത് മാത്രം വാട്സപ്പിൽ കട്ട് ചെയ്താ എന്തായിരിക്കും കഥ ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തിരുന്നു. ആഴ്ചയിൽ ഒരു പെഗ് കുടിക്കുക, ബഷീർ ഫൈസി ദേശമംഗലം. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് വരിക. ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റ് എന്താന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇന്ന് തന്നെ നിർത്തണം എന്ന് വയൽ പറയുന്ന ഉസ്താദന്മാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് എൻ്റെ നിലപാടാണ്, ദിവസം കുടിക്കുന്നവരുണ്ടെങ്കിൽ അത് അഡിക്റ്റ് ആയവരാണ്, ആഴ്ചയിൽ ഒരു പെഗ് കുടിച്ചാൽ മതി. ഇനി ഇത് മാത്രം കൂടി എടുക്കുക, ആഴ്ചയിൽ ഒരു പെഗ് കുടിക്കല്ലേ. അതെപ്പോന്നറിയോ? ഞാൻ പറഞ്ഞ ആളുകളുമായി നിങ്ങൾ ബന്ധപ്പെട്ടതിന്റെ ശേഷം. ദിവസം സിനിമ കാണുന്നവരുണ്ടെങ്കിൽ മാസത്തിൽ ഒന്ന് കണ്ടാൽ, ഏതായാലും പേരമ്പൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി അടുത്തിറങ്ങുന്ന കാണരുത്. ഇപ്പോ സീരിയൽ ഏതാന്നൊക്കെ അറിയില്ല, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഡ്രൈവർ സലാം പറഞ്ഞാൽ എന്തോ ഒരു പേര് പറഞ്ഞു, ആ ഭയം കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് ദിവസം കാണുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ ഈ 4 ദിവസം 5-6 ദിവസം വയലിന് വരും, വയൽ കഴിഞ്ഞ പിറ്റേ ദിവസം അരി കഴിഞ്ഞാൽ എന്തായിരിക്കണം? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു തട്ടിപ്പ് പരിപാടിയാന്ന് ഞാൻ പറയാൻ കാരണം. ചുമ്മാ വയൽ കേൾക്കുകയാണ്. 7ാമത്തെ ദിവസം നമ്മൾ സീരിയൽ തന്നെ, നമുക്ക് സീത കാണാതിരിക്കാൻ പറ്റില്ല, നമുക്ക് അമ്മ മനസ്സും ചില്ലു വിളക്കും കറുത്തവനും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നിങ്ങൾ നേരത്തെ 7 മണിക്ക് ഞാൻ നോക്കുമ്പോൾ 7 മണിക്ക് വന്നിരുന്ന പാവങ്ങളുണ്ട്. എന്തിനാണ്? സത്യം അതാ ഞാൻ പറഞ്ഞു, മാറ്റം ഉണ്ടാകണില്ല മുമ്പില്. മാറ്റം ഉണ്ടാകണതായിരിക്കാണ് വയൽ പറഞ്ഞവനും മൈക്കാരന് പൈസ അല്ലേ? ഫ്രീ ആണോ? എന്താ ചിരിക്കണത്? ഫ്രീ ആണ്? ഫ്രീ ആണ് എന്ന് പൈസ കൊടുക്കണ്ട അല്ല. അതുകൊണ്ട് മുമ്പിൽ ഞാൻ എൻ്റെ കൽബ് പൊട്ടി പറയാം. എൻ്റെ കുഴപ്പം കൊണ്ടാണോ മൈക്കയുടെ ശബ്ദം എനിക്കറിയില്ല, ശബ്ദം വരുന്നില്ല. കൽബ് പൊട്ടി ഞാൻ പറയാം, ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പയർഡ് ആയ. ഞാൻ പറഞ്ഞിരുന്ന ഒരു വള ഇവിടുത്തെ പാലക്കാടിലെ പരിപാടിയിൽ, ഞാൻ പരിപാടി കഴിഞ്ഞു പോയാൽ മെസ്സഞ്ചറിൽ ആളുകൾ വരാറുണ്ട്, ഒരു ഭയങ്കരമായി എന്തെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ. അതിനെ വരെ വിമർശിച്ചിട്ടാണ് ആ ഉസ്താദ് മറുപടി പറഞ്ഞത്. പണ്ട് കാലത്ത് ആളുകൾ നന്നായത് മെസ്സഞ്ചർ കൊണ്ടല്ല. ചെറുക്കെങ്കിലും ഞാൻ എന്താ പറഞ്ഞു മനസ്സിലാവും. ഞാൻ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ തിരുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ മാറ്റം ഉണ്ടായത് ആത്മീയത കൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങളെ, ഉറപ്പ്. പണ്ടുള്ളവർ വയൽ പറഞ്ഞ് നന്നായി എന്ന് പറഞ്ഞാൽ പറയുന്നോണ്ട് ഇഖ്ലാസ് കൊണ്ടാണ് നന്നായത്. അതും കൂടി മനസ്സിലാക്കണം. ആത്മീയമായ എന്ന് പറയും, ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഇനി ഞാന് സീരിയൽ കാണില്ല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ ഒന്ന് കൈവന്നിച്ചാൽ. ആണുങ്ങളെ നിങ്ങൾ കണ്ടോളി, ഒരൊറ്റ മാണിക്ക് കയ്യിൽ കൈവന്നിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നുണയാണോ? തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നുണയാണോ? ഇതൊക്കെ ഒരു പരിപാടി മാത്രമാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ആണോ? ഒരൊറ്റ മണികല്ല് വന്നിച്ചില്ല. കാരണം ഈ 6 ദിവസത്തെ വയൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീരിയൽ കാണും, അത് ഉറപ്പാണ്. ഇവിടുന്ന് ഞാൻ പൊക്കിപ്പിക്കണില്ല, വെറുതെ നാറണ്ട. ഞാൻ ഇനി ജീവിതത്തിൽ സിനിമ കാണില്ല എന്നുള്ളൊരു കൈവന്നിച്ചാൽ കാണട്ടെ. അള്ളാഹിനെ തോൽപ്പിക്കൊണ്ട് ഒരു വയസ്സായ ആൾ പോലും പൊക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞ സത്യം മനസ്സിലായോ? ഇത് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞില്ല. നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിഷമായെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തണം എനിക്ക് ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഒരു വെണ്ണെങ്കിലും പൊക്കിയെന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ കമ്മിറ്റിക്കാർ തരുന്ന കവറിനേക്കാൾ മനസ്സ് നിറയുക ഒരാളെങ്കിലും പൊക്കിയെങ്കിൽ. ഒരാളും പൊക്കിയില്ല.
കഷ്ടമാണ് മുഅ്മിനീങ്ങളെ, കഷ്ടം. ബാഗ്ദാദ് നഗരത്തെ എനിക്ക് ഇമോഷനായി പോയി. ബഗ്ദാദ് നഗരത്തെ കിടുകിടാ വിറപ്പിച്ചൊരു കാട്ടുകള്ളൻ ഉണ്ടായിരുന്നു, ഇബ്നു സബാത്ത്. വീരപ്പനേക്കാൾ വലിയ കാട്ടുകള്ളനാണ് അദ്ദേഹം. ആയിരുന്നു. ഈ കൊച്ചു കുട്ടികളൊക്കെ ഉറങ്ങാൻ കിടന്നിട്ടില്ലെങ്കിൽ ഉമ്മമാര് പറയാറുള്ളത് ഇബ്നു സബാത്ത് വരുന്നു എന്നാണ്. അപ്പൊ കുട്ടികൾ ഉറങ്ങും. അത്ര വലിയ കള്ളനായിരുന്നു. അയാളെ കോടതി ശിക്ഷിച്ചു 10 കൊല്ലക്കാലം, ജീവപര്യന്തം തടവ്. 10 കൊല്ലം തടവ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിയമം അദ്ദേഹത്തെ മാറ്റിയില്ല, കോടതിയിലെ പരിമിതികൾ അദ്ദേഹത്തെ മാറ്റിയില്ല. അപ്പൊ നമ്മുടെ ഗോവിന്ദച്ചാമി നമ്മുടെ ജില്ലയിൽ നിന്ന് പോയ ആളാണ്. അവനും വലിയ മാറൊന്നുമില്ല. വെയ്യൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. കോടതി മാറ്റാത്ത കാട്ടുകള്ളനായ മനുഷ്യൻ പുറത്തേക്കിറങ്ങിയ അന്നത്തെ രാവിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറി. തന്റെ മജ്ജയിലും രക്തത്തിലും തസ്കരനാവുക എന്നത്, മോഷ്ടിക്കുക എന്നുള്ളത് പതിഞ്ഞുപോയ മനുഷ്യൻ മോഷ്ടിക്കാൻ ഒരു വീട്ടിലേക്ക് കയറി. അന്ന് പകൽ മുഴുവൻ അദ്ദേഹം ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി യാചിച്ചു വീടുകളുടെ മുന്നിൽ. ഇബ്നു സബാത്ത് എന്ന ഭീകരനായ കള്ളനെ കണ്ട് വാതിലുകൾ അടച്ചു കളഞ്ഞു. ഒരു റൊട്ടി പോലും ഒരു കടക്കാരൻ കൊടുത്തില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന ചരിത്രം വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എന്ന തന്റെ മാസ്റ്റർ പീസ് നോവലിൽ ഇത് ത്രെഡാക്കി പറയുന്നുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മുടിചൂടാ മന്നനായ വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എന്ന നോവലിന് കഥയാക്കിയത് അത് ഈ സംഭവമാണ്. നോക്കൂ, അദ്ദേഹം പാതിരാവായപ്പോ മോഷ്ടിക്കാൻ കയറിയതൊരു കമ്പിളി നിർമ്മാണശാലയിലാണ്, കമ്പിളി നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലാണ്. അദ്ദേഹം വാരി വലിച്ചു കെട്ടുകയാണ്. നാളെ കൊണ്ടുപോയി വിറ്റിട്ട് പണമുണ്ടാക്കാൻ. പകുതിയായപ്പോൾ അതാ വാതിൽ തുറന്നു നിൽക്കുന്നു അജാനുബാഹുവായ ഒരു മനുഷ്യൻ, നല്ല വലിപ്പമുള്ള ഒരു മനുഷ്യൻ. ഇബ്നു സബാത്തോട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ ഇബ്നു സബാത്തെ, രക്ഷപ്പെടണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നവനാണ്, ഉപദ്രവിക്കാൻ വേണ്ടി വന്നവനല്ല. അപ്പൊ ഇബ്നു സബാത്തിന് തോന്നി, കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്നവൻ അവനും കള്ളനാണല്ലോ. വന്നയാൾ പറഞ്ഞു, നിങ്ങൾ ക്ഷീണിതനാണ്, എന്തെങ്കിലും ഭക്ഷണം തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. വാതില് പുറകിൽ നിന്ന് അടച്ചിട്ട് അയാൾ പോയപ്പോ ഇബ്നു സബാത്തിന് തോന്നി, ഞാൻ ലോക്കായിട്ടുണ്ട്, വീണ്ടും കോടതിയിലേക്ക്, വീണ്ടും ജയിലിലേക്ക് പോകുമോ എന്ന് കരുതി. അതൊന്നും അയാൾക്കൊരു പുത്തരിയല്ല. ചുമരിചാരി തളർന്നിരുന്നപ്പോൾ അല്പസമയം കഴിഞ്ഞ് വാതിൽ വന്ന് തുറന്നു. വന്നപ്പോഴതാ മനുഷ്യന്റെ കയ്യിൽ ഒരു പാത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇബ്നു സബാത്തെ, ഭക്ഷണം തീർന്നുപോയടാ, ഇത്തിരി പാലുണ്ട്, കുടിച്ചോളൂ. വലിച്ചു കുടിച്ചു ഇബ്നു സബാത്ത്. കുടിച്ചിട്ട് ചോദിച്ചു, ഇനി പോയിക്കൂടെ? 2 കെട്ടാക്കി. വന്നയാള് പറയുകയാണ്, ഒരു കെട്ട് ഞാൻ എടുക്കാം, ഒരു കെട്ട് നീ എടുത്തോ, ഞാൻ നിന്റെ വീട്ടിൽ ഇത് കൊണ്ടുവച്ച് തരാം. അപ്പൊ ഇബ്നു സബാത്തിന് സംശയം തുടങ്ങി, എന്റെ വീട്ടിൽ കൊണ്ടുവച്ച് തരാൻ ഒരു കെട്ട് എന്തിനാ ഇവൻ എടുക്കുന്നത്? ഇത് ഇടയിൽ ഇവൻ മുങ്ങിക്കളയാൻ വേണ്ടിയാണ്. പോയാ പോകട്ടെ. അവര് അവിടുന്ന് പുറപ്പെട്ടു. ബാഗ്ദാദ് നഗരം ഇരുട്ടിന്റെ കരിമ്പടം പുതച്ചുറങ്ങുകയാണ്. നിലാവില്ലാത്ത രാത്രിയിൽ തണുത്തുറഞ്ഞു ഉറങ്ങുകയാണ് ബഗ്ദാദിലെ നഗരനിവാസികളെല്ലാം. അവരാ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി രാത്രിയുടെ 2ാം യാമം കടന്നു പോവുകയാണ്. പകുതി എത്തിയപ്പോ ഇബ്നു സബാത്ത് പറഞ്ഞു, നിങ്ങ മുന്നിൽ നടക്ക്, ഞാൻ പിന്നിൽ നടക്കാം. എന്താ കാരണം? മുന്നിൽ ഞാൻ നടന്നാൽ പിന്നിൽ നിന്ന് ഇയാൾ ഒരു കെട്ടുമായി ഓടുമോ എന്ന ഭയം കൊണ്ട് മുന്നിൽ നടന്നു. നേരം വെളുക്കാൻ പോവുകയാണ്. പുലരാൻ ഒരു വിനാഴിക മാത്രം ബാക്കിയുള്ളപ്പോ ബഗ്ദാദിന്റെ പ്രാന്തത്തിലുള്ള ഇബ്നു സബാത്ത് എന്ന കാട്ടുകള്ളന്റെ വീട്ടിൽ അവരെത്തി. എവിടെ ഇറക്കി വെച്ചപ്പോ വന്നയാൾ ചോദിച്ചു, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. അപ്പോഴാണ് അത്ഭുതത്തോടെ ഇബ്നു സബാത്ത് ചോദിച്ചത്, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിച്ചത്?
ഞാൻ പൈസ തരുമെന്ന് കരുതിയിട്ടാണോ, കൂലി തരുമെന്ന് കരുതിയിട്ടാണോ? തരാൻ എന്റെ കയ്യിൽ പണമില്ല. വന്നയാള് പറഞ്ഞു, അല്ല അല്ല, ഇത് ഞാൻ നിങ്ങളെ സഹായിച്ചത് എന്റെ ഇസ്ലാമികമായ സ്നേഹമാണെന്ന് കരുതിയാ മതി. അൻചാർലായി അടിവരയിടുക വാചകത്തിന്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാകും, കള്ളനെ സഹായിക്കുന്നത് എന്ത് ഇസ്ലാമാണ്? അതിന് മറുപടി അവസാനം ഞാൻ പറയാ. രണ്ടാമതയാൾ പറയുകയാണ്, ഞാൻ ആരാണെന്നോ നിങ്ങൾ ചോദിച്ചത്? മോനെ ഇബ്നു സബാത്തെ, നിങ്ങൾ ഇന്നലെ രാത്രി മോഷ്ടിക്കാൻ കയറിയ കമ്പിള് നിർമ്മാണശാലയുടെ ഉടമസ്ഥനാണ്. എന്റെ വീട്ടിലാണ് നിങ്ങൾ ഇന്നലെ കയറിയത്. ഇന്ന് വയല് കഴിഞ്ഞു പോയിട്ട് പാട്ടയത്തെ മുസ്ലിങ്ങളെ വീട്ടിലെത്തുമ്പോഴതാ ഉള്ളിലൊരു അനക്കം. ലൈറ്റ് ഇട്ടപ്പോ കണ്ടത് ഒരു കള്ളനാണ്. വയല് കേട്ട് വരുന്ന നിങ്ങൾ എന്താ പറയാ? എടുത്തോളൂ കേട്ടോ, ഓട്ടോറിക്ഷ വിളിക്കണോ, കൊണ്ടുപോയി വീട്ടിലാക്കി തരാൻ, അങ്ങനെ നമ്മൾ പറയോ? അല്ലാഹു അപകടങ്ങളൊന്ന് കാക്കട്ടെ. ഇബ്നു സബാത്തിനോട് അയാൾ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലാണ്, എന്റെ കമ്പിള് നിർമ്മാണ ഫാക്ടറിയിലാണ് നിങ്ങൾ മോഷ്ടിക്കാൻ കയറിയത്. ഞെട്ടിത്തരിച്ചുപോയി ഇബ്നു സബാത്ത്. എന്നിട്ടൊരു വാക്കാൻ ഇബ്നു സബാത്തെ, ഇത്തഖില്ലാഹ്, അല്ലാഹനെ ഭയപ്പെടണം ഇബ്നു സബാത്തെ. അത്ര മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പിന്നെ തിരിച്ചു മടങ്ങുകയാണ്. 1000 തിരകൾ ഒന്നിച്ചു പൊട്ടിയതുപോലെ ഹൃദയഭിത്തികളിൽ ചിന്തയുടെ തിരമാലകൾ പൊട്ടുകയാണ്. ഇടിവെട്ടേറ്റവനെ പോലെ തരിച്ചു നിന്നു. കൊല്ലങ്ങളായി മോഷ്ടിക്കുന്ന തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ആഘാതമാണ്, ആദ്യത്തെ ഒരു വല്ലാത്ത ഇൻസിഡന്റ് ആണ് സംഭവിച്ചത്. അകലെ ഒരു പൊട്ടുപോലെ ആ മനുഷ്യൻ അകന്നു പോകുമ്പോ നോക്കി നോക്കി നിന്ന ഇബ്നു സബാത്ത് എന്ന ഭീകരനായ കള്ളന്റെ കണ്ണങ്ങ് നിറഞ്ഞു തുളുമ്പുകയാണ്. അധരപുടങ്ങൾ സങ്കടത്താൽ വിതുമ്പി വിറക്കുകയാണ്. അന്ന് പുലരുമ്പോ ബഗ്ദാദിലെ പള്ളി മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് മുഴങ്ങുമ്പോ മുസ്ലിമേ മെഹ്റാബിന്റെ പിറകിൽ ഒന്നാമത്തെ സഫിലദാ ഇബ്നു സബാത്ത്, ഒന്നാമത്തെ സഫിൽ മാറി. ഒരൊറ്റ പോയിന്റ് അദ്ദേഹം പറഞ്ഞുള്ളൂ, ഇത്തഖില്ലാഹ്. അതുവരെ അയാൾ എത്രയോ വയത് കേട്ടിട്ടുണ്ട്, മാറിയിട്ടില്ല. എത്രയോ ചീത്ത കേട്ടിട്ടുണ്ട്, കൊള്ളക്കാരാ, എത്ര ശാപവചനങ്ങൾ പെണ്ണുങ്ങളുടെ. അയാൾ മാറിയില്ല. കോടതിയിലെ പോലീസിന്റെ ഇടി മാറിയില്ല. അയാൾ മാറിയത് എപ്പോഴാണ്? സ്നേഹത്തിൽ ഒരു പ്രവർത്തനം ചെയ്ത് ഊട്ടനെ ഒരു ഉപദേശം കൊടുത്തു. ആദ്യം തന്നെ അള്ളാനെ പേടിക്കുന്നല്ല പറഞ്ഞത്, സ്നേഹത്തിന്റെ ഒരു ഇടപെടൽ. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് തോന്നും കള്ളനെ സഹായിച്ചത് തെറ്റല്ലേ? കള്ളനെ സഹായിക്കുന്നത് തെറ്റാണ്, പക്ഷെ ഇത് സ്വന്തം മുതലാണ് കൊടുത്തത്, സ്വതക്കട നീയത്ത് കൊടുത്തിട്ട് ചെയ്യിച്ചിട്ടുണ്ടാവും. ഈ കഥയുടെ ട്വിസ്റ്റ് അതല്ല. ഇന്ന് പാട്ടയത്തെ ഒരു മുസ്ലിം വിദ്യാർത്ഥി, സൂഫി ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥി, ഖസസുൽ ഔലിയ എന്ന കിതാബിൽ ഈ കാട്ടുകള്ളന്റെ പേര് ഇന്ന് എന്താ വായിക്കാന്നറിയോ? അശ്ശൈഖ് ഇബ്നു സബാത്തിൽ ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വലിയ വലിയായി മാറി അദ്ദേഹം. കണ്ടോ നിങ്ങള്? ഓരൊറ്റ വാക്കിന്റെ മാറ്റമാണ്. You can break into a fort, but not into a hut. നിങ്ങൾക്കൊരു കോട്ടക്കകത്തേക്ക് അതിക്രമിച്ച് കയറി ചെല്ലാൻ പറ്റും, but not into a hut. ഒരു ഹൃദയത്തിലേക്ക് കയറി ചെല്ലണമെങ്കിൽ അതങ്ങനെ ആക്രോശിച്ചത് കൊണ്ടോ, ആക്ഷേപിച്ചത് കൊണ്ടോ, ഒറ്റപ്പെടുത്തിയത് കൊണ്ടോ, മാറ്റി നിർത്തിയത് കൊണ്ടോ പറ്റില്ല. സ്നേഹം കൊണ്ടാണ് കീഴടക്കാൻ പറ്റുകയുള്ളൂ. ആരിഫീങ്ങളുടെ ദഅവത്തിന്റെ പ്രൊപ്പഗേഷന്റെ ഏറ്റവും വലിയ മനോഹരിത അതായിരുന്നു. വാലിന്റെ സദസ്സുകളിൽ ആയിരക്കണക്കിന് സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ചീറിയടിക്കുകയാണ്, ദീനുൽ ഇസ്ലാം എന്ന് പുറത്താക്കുകയാണ്. അങ്ങനെയല്ല, കള്ളു കുടിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. നിങ്ങള്
ഈ ഇരിക്കുന്നവരൊക്കെ മുത്തക്കിങ്ങളാ. എനിക്ക് നിങ്ങളോട് വേറെ പറയേണ്ട കാര്യമില്ല. കുറച്ച് കള്ളുടിയന്മാരുണ്ട്, അവരെയാണ് ഇഷ്ടം. ഞാൻ കള്ളുടിക്കുന്നത് കൊണ്ടല്ല, അവരോട് സഹവസിച്ചിട്ട് മാറ്റണം. എത്ര ആക്ഷേപം കിട്ടി, ഇയാളെന്താ മാറായിരുന്നു. ഇപ്പൊ ആരാണ് നമ്മൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് പറയണം. എന്ന് പറയും മുഅ്മിനീങ്ങളെ, പറയും മുഅ്മിനീങ്ങളെ. ഇബ്നു സബാത്തിൽ ബഗ്ദാദി കണ്ട, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിന്റെ ശേഷം പറയുന്ന പേരാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. ഇൻസ്പിരേഷൻ ആണ്, സ്പിരിച്വാലിറ്റി ആണ്. നിങ്ങൾക്കറിയുമോ, ഉസ്താദ് പറഞ്ഞ സമയമായിട്ടുണ്ട്. ഞാൻ നിർത്തണോ? 10 മിനിറ്റ് കൂടി പറയട്ടെ. പറയും മുഅ്മിനീങ്ങളെ, 200-ലേറെ കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ വെറുതെ വന്നിട്ട് 1.5 മണിക്കൂർ പറഞ്ഞു പോയിട്ട് എന്താ കാര്യം? അല്ലേ, വേണ്ട, നിർത്താം. ഒരെണ്ണം കൂടി പറയട്ടെ. ബസറയിൽ പ്രഭാഷണത്തിൽ വന്നു അബൂ സാലിഹ് റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹം മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നയാളാണ്. നാവ് കൊണ്ട് ചെവിയോടല്ല, ഹൃദയം കൊണ്ട് ഹൃദയത്തോട്, ഹാർട്ട് ടു ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സന്നിവേശം. വലിയ ആലിമാണ്, ആരിഫാണ്, മശായിഖന്മാരിൽ പ്രമുഖനായ അബൂ സാലിഹ്. പ്രസംഗം തുടങ്ങിയപ്പോൾ വാലിന്റെ സദസ്സിന്റെ ഒരു വിളിപ്പാടടുത്തൊരു കാബറേ നർത്തകശാലയുണ്ട്. കാബറേ നൃത്തം മാത്രമല്ല, അത് കഴിഞ്ഞാൽ വ്യഭിചാരം നടക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. അത് നടത്തിയിരുന്നത് ശഅബാനത്തുൽ ബസരിയ, ബസറക്കാരിയായ ശഅബാന. എനിക്ക് കഥ അങ്ങോട്ട് ഇൻസ്പിരേഷൻ ആയിട്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ പേരിട്ടത് ശഅബാന എന്നാണ്. എല്ലാവരും അങ്ങനെ ഇടണമെന്നല്ല, എനിക്ക് ഭയങ്കരമായി വളരെ ദർസ് പഠിക്കുമ്പോൾ എന്നെ ഈ കഥ എന്നെ ഇൻസ്പയർ ചെയ്യിപ്പിച്ചു. അപ്പൊ ഞാൻ പേരിട്ടു ശഅബാന. ഇനിയിപ്പോൾ നിങ്ങളാരെയും മണി ഇട്ടോളൂ കേട്ടോ, ഫോമിൽ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ കാണാതെ പഠിച്ചോളി. ശഅബാന ബസരിയ എന്നിടണ്ട, അത് ബസറക്കാരി എന്ന അർത്ഥത്തിലാണ് ബസരിയ. മിസ്രിയ എന്നൊക്കെ നമ്മൾ പേരിടണല്ലോ, വലിയ കോമഡിയാണത്. മിസ്രിയ എന്ന് പറഞ്ഞാൽ മിസ്രിലുള്ളവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഷാജഹാൻ എന്ന് പേരിൽ ആരെങ്കിലും സദസ്സിലുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയണ്ടോ? ഷാജഹാൻ എന്നുള്ള പേരിടാൻ പാടില്ല, ഷാഹേ ജഹാൻ എന്നാണ്, ഉറുദു ആണ്. ഷാഹേ ജഹാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രാജാവ് എന്നാണ്. ലോകത്തിന്റെ രാജാവ് അള്ളാഹു ആണ്, ആ പേരിടാൻ പാടില്ല. പിന്നെ പുതിയാപ്പടിയും പുതിയടിൻ്റെ ഒക്കെ ഓരോ അക്ഷരം ചേർത്ത് പേരിടുന്ന ഒരു സ്റ്റൈല് ചാവക്കാട് ഉണ്ട്, ഇവിടെ ഒന്നും എനിക്കറിയില്ല. ഞാനൊക്കെ ചാവക്കാട് എന്ന് പറഞ്ഞ് വന്ന പോലെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബഷീർ എന്നൊരു പേര് ഉദാഹരണം, ഫോർ എക്സാമ്പിൾ ബഷീറിലെ ബാടുത്തു സുഹറ എന്നാണ് ഭാര്യയുടെ പേരായിരുന്നതെങ്കിൽ അപ്പൊ അതിൽ വേറൊരു വാക്കെടുത്തു സൂറ. അപ്പൊ എന്തായി? മുഹമ്മദ് ബാസൂർ എന്ന് പേരുണ്ട്. നല്ല പേരല്ലേ, മോനെ ബാസൂറേ എന്ന് വിളിക്കുന്നല്ലേ. പക്ഷെ അതിന്റെ അർത്ഥം പൈൽസ് എന്നാണ്, മൂലക്കുരു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ബാസൂർ. അപ്പൊ നമ്മൾ പേരിടുമ്പോഴൊക്കെ ഉസ്താദിനോടൊക്കെ ഒന്ന് വിളിച്ച് പേരിട്ടതിന്റെ ശേഷം അതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കരുത്. പേരിടുന്നതിന്റെ മുമ്പ് വിളിച്ച് എന്താണ് അർത്ഥം ചോദിക്കണം. ഇപ്പൊ ചില കുട്ടികളുടെ പേര് കുഴിബോംബ് എന്നൊക്കെയാണ് അർത്ഥം. അറബി ഭാഷക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്, ആലോചിച്ചിട്ട് പേരിട്ടാൽ മതി കേട്ടാ. പേരിൽ എന്തായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുക, വേറൊരു വിഷയം പറയേണ്ടതാണ്. പേരിലൊക്കെ ഭയങ്കര സംഭവമുണ്ട്. ഒരു മനുഷ്യന്റെ കൾച്ചറും അവന്റെ പേരും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല, ഉമറുൽ ഫാറൂഖ്. ഹ്യൂമൻ സൈക്കോളജി. മനുഷ്യന്റെ പേരും സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ടെന്ന്. എന്നാ മുഹമ്മദ് എന്ന് പേരിട്ട് എല്ലാവരും മുത്തക്കിങ്ങളൊന്നും ആയിട്ടില്ല, വേറെ കാര്യം. പക്ഷേ 50% സാധ്യത ഉണ്ട്. ഉമർ റളിയല്ലാഹു ഒരു സംഭവം അവൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു ഉമ്മ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് സീരിയൽ കണ്ട് ഞെട്ടിയാൽ, ഇമോഷൻസ് ആയാൽ, ഭയപ്പെട്ടാൽ, ആ ഫീലിങ്സ് ഒക്കെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് അനുഭവിക്കാൻ കഴിയും എന്നത് സൈക്കോളജി അല്ല, അത് സയൻസാണ്. അതാണ് ചില കുട്ടികൾക്ക് ജനിച്ചാൽ ബുദ്ധിമോശം ഉണ്ടാവും, ചില കുട്ടികൾക്ക് സംസാര വൈകല്യം ഉണ്ടാവും. എന്താ സീരിയൽ കണ്ടിട്ട് ഇങ്ങനെ കരയാ ചിരിക്കൊക്കെ ചെയ്തിട്ടാണ്. നന്നായി ആലോചിച്ചോളൂ. ഓക്കെ, നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല. അവ ഈ ഉസ്താദ് പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ക്യാബറയിലേക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അർത്ഥനഗ്നയായി നൃത്തമാടുന്ന ഒരു ക്യാബറ ഡാൻസ് ബാറായിരുന്നു അത്. ശഅബാനയാണ് നടത്തുന്നത്. അവളൊരു പെണ്ണിനോട് പറഞ്ഞു, അവിടെ പോയിട്ട് നൃത്തമാട് സ്റ്റേജിന്റെ മുന്നില്, ആളുകളുടെ കൺട്രോൾ പോകട്ടെ, വയല് തകരട്ടെ, നന്മയുണ്ടാകുന്നത് തിന്മയുടെ ആളുകൾക്ക് ഇഷ്ടമില്ല.
അതുകൊണ്ട് ആ പെണ്ണിങ്ങനെ വരുമ്പോ അവിടെ എന്താ പറഞ്ഞെന്നറിയോ? ഗഫൂറുർ റഹീം, പാപമോചനം നൽകുന്നവനാ, കാരുണ്യവാനാ. ഹൃദയത്തിൽ നിന്ന് നടത്തുന്ന സംസാരം എഫക്ട് ചെയ്യുന്നത് കൊണ്ട് ആ പെൺകുട്ടി പതുക്കെ സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് പിറകിൽ പോയിരുന്നു, കരയാൻ തുടങ്ങി. രണ്ടാമതൊരു പെണ്ണിനെ അയച്ചു, ആദ്യത്തെവളെ കാണാനായിട്ട്. അവള് കേൾക്കുമ്പോഴോ തൗബയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ജനങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന പ്രസംഗമായിരുന്നു. തൗബ ചെയ്താൽ അള്ളാഹു പുറത്തുവരുന്നു. അവള് അവിടെ ഇരുന്നു, ജനങ്ങൾ കരയുന്നു, ചിലർ ഇരുന്ന് കിടക്കുന്നു, ചിലർ കിടന്ന് ഉരുളുന്നു. അയാള് കേട്ടിട്ടേ ഇവിടെ ആരെങ്കിലും ഉറങ്ങിയിട്ട് മറിയേണ്ടി വരും. അള്ളാഹിനോടുള്ള പ്രണയം കൊണ്ട് അശ്ശൗഖു ഇലല്ലാഹ്, സ്വർഗത്തിനോടല്ല, അശ്ശൗഖു ഇലല്ലാഹ്, അള്ളാഹിനോടുള്ള പ്രണയം കൊണ്ട്. ഇത് സ്നേഹത്തിന്റെ ഒരു ശക്തിയാ. അള്ളാഹിനെ സ്നേഹിച്ചവർക്ക് കിട്ടുന്ന ഒരു അവസര. അവസാനം ശഅബാന തന്നെ വന്നു. അവള് വന്നപ്പോ കേൾക്കുന്നത് യാ നഫ്സു ലാ തഖ്നുതി മിൻ സല്ലത്തിൻ അലൂമത് ഇന്നൽ കബായിറ ഫിൽ ഉഫ്റാനി. പിന്നെന്താണ്? കല്ലമമി. ഈ വൈത്ത് പാടിയിട്ടാണ് പ്രസംഗം. ആ പെണ്ണിൽ അത് ഇൻസ്പയർ ആയി. അവള് ഓടി എങ്ങോട്ട്? തന്റെ നർത്തകശാലയിലേക്ക്. അവിടെയുള്ള ആണുങ്ങൾ ഈ പെണ്ണുങ്ങളൊക്കെ പിരിച്ചുവിട്ടു. ഒരു മൂടുപടം എടുത്തു വന്നു, വയലിന്റെ സദസ്സിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. മാസങ്ങൾ, കൊല്ലങ്ങൾ, ആയിരക്കണക്കിന് യുവാക്കളുടെ ശരീരത്തെ നരകത്തിലേക്ക് തള്ളിവിടാൻ കാരണമായ ശഅബാനത്തുൽ ബസറിയ എന്ന് പറയുന്ന പെണ്ണ്. വയൽ കഴിഞ്ഞു. ഉസ്താദ് പോകുമ്പോ ചെന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു പുറത്തു തരുന്നു, കണ്ടോ നിങ്ങള്? പേടിപ്പിച്ച വയലായിരുന്നില്ല അത്. എനിക്ക് പുറത്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. അള്ളാഹ് പുറത്തു തരും, എല്ലാവർക്കും പുറത്തു തരും മോളെ. എന്ത് പാപം ചെയ്താലും പൊറുക്കുവോ? എന്ത് പാപം ചെയ്താലും ശിർക്കല്ലാത്തൊക്കെ പുറത്തു തരും. ഷഅബാനക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. ആദ്യമായിട്ട് കേൾക്കുക. ഇതുവരെ കേട്ടതൊക്കെ നീ വ്യഭിചാരിയാടി, നീ വേശ്യടി, നീ നന്നാവൂലടി, നീ നരകത്തിലാടി. കണ്ടാ നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്ന അങ്ങനല്ലേ എല്ലാരെ കുറിച്ചും. ഒരു പെണ്ണൊന്ന് അങ്ങാടി കൂടെ പോയാ എന്താ ഒരു കളി ഇവിടെ ഉണ്ട. ഒരു പെണ്ണൊന്ന് മൊബൈൽ ഫോൺ ഇത് മാറി സംസാരിച്ചാ കണ്ടോ ആരോ കമ്പനി ഉണ്ട്. ആരാണ് നിങ്ങൾ ഇത് പറയുന്നത്? നമ്മൾ ഭയങ്കര നിലവാരമുള്ള ആൾക്കാരാണല്ലോ. ഒരു പെണ്ണിനെ നമ്മൾ കുറ്റം പറയണം കേട്ടോ. നരകത്തിൽ കണ്ടു പോകും. അവര് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, നമുക്കെന്താ കുഴപ്പം? നമ്മളായിട്ട് എന്തിനാ പോണത്? അല്ലെങ്കിൽ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ടില്ല ഒരാൾ കുറ്റം പറയേണ്ടുള്ളൂ. ഉപദേശിക്കാം, കുറ്റപ്പെടുത്തരുത്. ഉപദേശം എന്ന് പറഞ്ഞാൽ അയാളോട് നേരിട്ട് പോയി പറയാം. ഒരു പെണ്ണ് തെറ്റിയാണെങ്കിൽ മോളെ എന്നെ ചെയ്യണ്ട. കുറ്റപ്പെടുത്തൽ വേറൊരാളോട് പറയല. അവൾ അങ്ങനെ ഇട്ടോ, അടുത്ത വീട്ടിലെ നഫീസാക്ക അവിടെ ഒരു കളി ഉണ്ട് ഇട്ടോ, അത് തെറ്റാണ്. നിന്റെ ഒരു നിസ്കാരം അപ്പൊ പോയി. നമ്മൾ എന്താണത് മനസ്സിലാക്കാത്തത്? എത്ര വയല് കേട്ടിട്ട്. അതുകൊണ്ട് അള്ളാഹുവിന് വിചാരിച്ച് വാട്സപ്പിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ വിടരുത്. ഇൻഷാ അല്ലാഹ് പറയും. ഈ നിമിഷം ഒരു തീരുമാനം എടുക്കും. നിങ്ങൾ അങ്ങനത്തെ ഒളിച്ചോടി പോയ പെണ്ണിന്റെ ഫോട്ടോ നീ വാട്സപ്പിൽ വിടുവോ? എന്താ നിങ്ങൾ ഉണ്ടാത്ത്? വിടുവോ നിങ്ങളെ? MP പോണത് മാത്രമേ, അതൊന്നും ദഅവത്തല്ല. ആരെയാണ് പ്രചോദിപ്പിക്കുന്നത്? അത് കൂടുതൽ ഇഷ്ടം തോന്നുക. അങ്ങനെ പോവാനൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ഞാൻ ഫേമസ് ആവൂല്ലേ? നെഗറ്റീവ് ഫേമസ് ആണ് അതിലൂടെ വരിക. നമ്മുടെ മോള് പോയി നോക്കണം. പോകാൻ പറ്റിയ മക്കളുള്ളവരുടെ കാര്യമാണ്. നമ്മൾ ചെറിയ കുട്ടികളാണ്. നമ്മുടെ പെങ്ങൾ പോയി നോക്കണം. എന്നിട്ട് അടുത്തവനെ ഷെയർ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നല്ല സുഖമായിരിക്കും നമുക്കല്ലേ. നമ്മുടെ സ്വന്തം പെങ്ങൾ പോകുമ്പോഴേ ആണുങ്ങളിൽ എത്ര ആൾക്കാർ വിട്ടുണ്ടാവും. നമ്മുടെ പെങ്ങൾ പോകുമ്പോൾ അപ്പൊ നമുക്ക് വിഷമം വരും. നാട്ടുകാരുടെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റി നമുക്ക് ഭയങ്കര ഇസ്ലാമാണ് ഈ അന്ന് സുബീസ്കരിക്കാൻ പള്ളിയിലില്ല. എന്നിട്ട് ഇങ്ങനെ കണ്ടോ റസീന ഒളിച്ചോടി പോയിരിക്കുന്നു, സുബീസ്കരിക്കാൻ പള്ളിയിലില്ല. അപ്പൊ മുഅ്മിനീങ്ങളെ, ശഅബാനത്തുൽ ബസരി ചോദിച്ചു ഏത് പാപവും പുറത്തു തരുമോ? എല്ലാ പാപവും പുറത്തു തരും. ഉസ്താദേ വ്യഭിചാരം പൊറുക്കുവോ? അപ്പൊ ഉസ്താദ് ഒന്ന് ഞെട്ടി. കാരണം ഒരു പെണ്ണാണ് സംസാരിക്കുന്നത്, ഞെട്ടാതിരിക്കൂലല്ലോ. പറഞ്ഞു പൊറുക്കും. എത്ര വ്യഭിചരിച്ചാലും പൊറുക്കുവോ? അങ്ങനത്തെ ചോദ്യം ഒന്നും പ്രതീക്ഷിക്കാത്ത ചോദ്യാ. വ്യഭിചാരം ഒരു വട്ടം അറിയാൻ സംഭവിക്കുന്നതല്ലേ. അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ
അപ്പൊ ഉസ്താദ് ഞെട്ടിയിട്ട് പറഞ്ഞു, എത്ര വ്യഭിചരിച്ചാലും പുറത്തു തരും. ഇനി നിങ്ങളിത് വാട്സപ്പിൽ ഇട്ട് എങ്ങനെയാണെന്നറിയോ? എത്ര വ്യഭിചരിച്ചാലും അള്ളാഹു പുറത്തു തരും, ബഷീർ ബൈസിദേശമംഗലം. അങ്ങനെ ഇടരുത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശഅബാനത്തുൽ ബസരിയ ചോദിച്ചു, ഉസ്താദേ ഇവിടെ ഒരു ശഅബാനയില്ലേ? അറിയോ നിങ്ങള്? അറിയാം. ആ ശഅബാന പൊറുക്കലിനെ തേടി അല്ലാഹു പൊറുക്കോ? ഒരു നിമിഷം മൂപ്പര് സ്റ്റക്കായി. കാരണം അത്രയേറെ മാരകമായ തെറ്റ് ചെയ്ത പെണ്ണാ. അപ്പക്ഷേ പുറത്തു തരുമെന്ന് പറഞ്ഞപ്പോ തന്റെ മൂടുപടം പൊക്കി പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ശഅബാനത്തുൽ ബസരിയ പറഞ്ഞു, അന ശഅബാന, അന ശഅബാന, ഞാനാ. കരയില്ല മോളെ, തൗബ പറഞ്ഞു കൊടുത്തു, മാറി. ആ പെണ്ണിലത് മാറ്റുണ്ടാക്കി. മാറ്റുണ്ടായി എന്ന് മാത്രമല്ല, ആരായിന്നറിയോ? വലിയത്തായി മാറി. ശഅബാനത്തുൽ ബസരിയ റളിയല്ലാഹു അൻഹാ എന്ന് നമ്മളിന്ന് പറയണം. വർഷങ്ങൾ കടന്നുപോയി. കഅബയിലേക്ക് തവാഫിനു ഈ അബൂ സാലിഹ് പോയി. മീസ മുൽത്തസം എന്ന് പറയുന്ന ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും നടുവിൽ ഒരു പെൺകുട്ടി നിന്ന് പൊട്ടിക്കരയുന്നത് കണ്ടു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കാറ്റ് വന്നാൽ വീണുപോകുന്ന അസ്ഥി പഞ്ചരമായ ഒരു പെണ്ണ് നിലവിളിച്ചു കരയുക. എപ്പോഴും നമ്മൾ കണ്ടില്ലേ, മീസാബ് എന്ന സ്വർണ്ണപാത്തിയുടെ താഴെയൊക്കെ ആൾക്കാർ കരഞ്ഞ് നിലവിളിക്കും. മലയാളികളാവൂല, മലയാളികൾ ഇങ്ങനെ കരയാറില്ല, വേറെ നാട്ടുകാരായിരിക്കും. അള്ളാഹു നമുക്ക് പോകാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും. നിങ്ങളെ പോണ്ടേ നമുക്ക്. അപ്പോൾ ആ പെണ്ണിനെ ശ്രദ്ധിച്ചു, എന്താണ് ഇങ്ങനെ കരയാൻ കാരണം? ഒക്കെ കഴിഞ്ഞ് തവാഫ് കഴിഞ്ഞ് മൂപ്പര് അടുത്തുനിന്ന് ചോദിച്ചു, നിങ്ങൾ ആരാ? ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ പെൺകുട്ടി ചോദ്യകർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്താ അബൂ സാലിഹ്, നിങ്ങൾ അബൂ സാലിഹാണോ? നഅം ഉസ്താദേ, അന ശഅബാന, അന ശഅബാന, ഞാനാണ് ശഅബാന. പിന്നീട് ചരിത്രത്തിൽ കാണാം അതിന് അത്രമാത്രം സ്വീകരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാതെ നിങ്ങൾക്ക് ഒരു ഒരു പ്രചോദനമാകുമെങ്കിൽ ഞാൻ പറയാം. തൻ്റെ ഉസ്താദിന് ഒരു ഗുരുദക്ഷിണ കൊടുക്കാൻ, തന്നെ ഹിദായത്തിന്റെ വഴിയിലേക്ക്, ത്വരീഖത്തിന്റെ വഴിയിലേക്ക്, സുലൂക്കിന്റെ വഴിയിലേക്ക് പോയ ഈ മനുഷ്യനൊരു സമ്മാനം കൊടുക്കാൻ കയ്യിലില്ലല്ലോ. ദരിദ്രയായി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ദീനാറും ദിർഹമും കുന്നുകൂടിയ വേശ്യാലയത്തിന്റെ ഉടമസ്ഥയായ ഈ പെണ്ണിന് 5 പൈസയില്ല. കൈ ഉയർത്തി കഅബ മന്ദിരത്തിന്റെ മുകളിൽ നിന്ന്, യാ അല്ലാഹ്, എന്റെ ശൈഖ് മുറബ്ബി ഇതാ മുന്നിൽ, എന്നെ ഹിദായത്തിലേക്ക് നയിച്ച ഉസ്താദ്. ഒരു സമ്മാനം കൊടുക്കാൻ ഒന്നുമില്ലല്ലോ. പടച്ചോനെ തായോ. ആകാശ ലോകത്ത് നിന്ന് ഭക്ഷണത്തിന്റെ തളിക ശഅബാനത്തുൽ ബസരിയയുടെ കയ്യിലേക്ക് ഇറങ്ങി വന്നു. കണ്ടോ നിങ്ങളെ? നിങ്ങൾ അള്ളാഹു പാവമാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അള്ളാഹ് അങ്ങോട്ട് സ്നേഹിച്ചപ്പം മാറി. കൂടുതൽ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ വഴികളെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ഡ്രൈവറാണെങ്കിൽ ആ പരിപാടി നിർത്തണ്ട. നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ അതേത് പിന്നെ ഏതായാലും നിർത്തൂല. ഡോക്ടറോ എഞ്ചിനീയറോ ഹയർ എഡ്യൂക്കേഷൻസിന് പഠിക്കുന്നവനോ BBAക്കോ MBAക്കോ പഠിക്കുന്നവനോ അഡ്വക്കറ്റോ പച്ചക്കറി കച്ചവടം, എന്തോ നിങ്ങളുടെ പ്രൊഫഷൻ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഇത് നിങ്ങൾ തലകെട്ട് കെട്ടി താടിയൊക്കെ വെച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ തസ്ബീഹ് പിടിച്ചിരിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ശരി, നിങ്ങൾ ഏത് ഡ്രസ് കോഡ് ആണെങ്കിലും, ഹറാമല്ലാത്ത ഏത് ഡ്രസ് കോഡ് ആണെങ്കിലും ശരി, ഒരു മനുഷ്യനുമായി സന്ധിക്കുക. ഭയങ്കരമായ ആത്മശാന്തി ഹൃദയത്തിലേക്ക് വരും. ഇപ്പൊ കണ്ണൂരിൽ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. റൈറ്റ് ഉണ്ടോ? ആർട്ട് ഓഫ് ലിവിംഗ് കണ്ണൂരില്ലേ? ഇല്ലേ കണ്ണൂരിലുണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. ശ്രീ രവിശങ്കർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് പറയുമ്പോൾ നിങ്ങളെ കേട്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെ മതപരമായി കുറ്റം പറയല്ല, ഒരു ആളുടെയും മതവിശ്വാസത്തെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ അയാൾ കടുത്ത വർഗീയവാദിയാണ്. അത് ഞാൻ ആരുടെ മുമ്പിലും പറയും. RSSകാരനേക്കാൾ വലിയ ഫാസിസ്റ്റാണ് ശ്രീ രവിശങ്കർ എന്ന താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മനോരമയിൽ ചിരിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ പ്രവാചകൻ. പ്രൊഫറ്റ് ഓഫ് ലവ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. കടുത്ത വർഗീയവാദിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ദ കോമൺ ത്രെഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്നത് ഗാബ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി
യുടെ പേരിൽ അറിയപ്പെട്ടതാ. ഒരു ഹിന്ദു ചക്രവർത്തിയാണ് കഅബ, ജിബ്രീൽ പണിത കഅബ. ഹജറുൽ അസ്വദിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശിവലിംഗമാണ് എന്നാണ്, ശിവന്റെ ദക്റാണ് എന്നാണ്. ഇനി മലയാളം പറയാൻ എനിക്ക് കഴിയത്തില്ല, എനിക്ക് മനസ്സിലായിണ്ടാവും. ഹജറുൽ അസ്വദിനെ കുറിച്ച് പറഞ്ഞ ആളാണ്. എന്നിട്ട് ഇയാളുടെ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഒരു ശ്വസനക്രിയ ഉണ്ട്. അതിൽ പോയാൽ ഭയങ്കര സമാധാനം കിട്ടും. അത് വേറെ കാര്യം, നിങ്ങൾ പരീക്ഷിക്കണ്ട. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി ദിക്റുൽ അൻഫാസ് പഠിപ്പിച്ചിട്ട് നമ്മൾ അതെടുക്കാൻ നോക്കിയില്ല. നമുക്ക് ബെൻഡത് മതി. നമ്മളെല്ലാം ടെൻഷനാണ്, സ്ട്രെസ്സാണ്, എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. മുഅ്മിനീങ്ങൾ അത് തീരും. റിലാക്സ്ഡ് ആയി ജീവിക്ക്. എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതൊരു പ്രതിസന്ധിയായി കരുതാതിരിക്ക. അറ്റാക്ക് വന്ന് എന്തിനാണ് ഇങ്ങനെ മരിച്ചു പോണത്? രോഗമുണ്ടെങ്കിൽ അതിൽ ടെൻഷൻ ആകാതിരിക്ക്. എന്തെങ്കിലുമൊക്കെ പ്രയാസമില്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? പരീക്ഷണങ്ങളില്ലാത്ത ഏതു പ്രവാചകനാണ് കടന്നുപോയത്? പുത്രവിരഹത്താൽ മനം നൊന്തു കരഞ്ഞ മഹാനായ യാക്കൂബ് സങ്കടത്തിന്റെ പേമാരി തീർത്ത പ്രവാചകനല്ലേ? നിരപരാധിയായി കുറ്റമേറ്റുവാങ്ങേണ്ടി വന്ന യൂസുഫ് ആക്ഷേപങ്ങൾ സഹിച്ച പ്രവാചകനല്ലേ? അഗ്നികുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം സാമ്രാജ്യത്വത്തിന്റെ എതിർപ്പ് നേരിട്ടയാളല്ലേ? ഫറോവയുടെ കിരോധമായ അക്രമങ്ങളിൽ നിരങ്ങി നീങ്ങിയ ഹദ്റത്ത് മൂസ കലീമുല്ലാഹ് നമ്മുടെ ഇൻസ്പിറയറല്ലേ? അല്ലാഹുവിന്റെ റസൂല് ഒട്ടകത്തിന്റെ കുടൽമാലകൾ ശിരസിലേറ്റി കുനിഞ്ഞു പോകേണ്ടി വന്ന ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടില്ലേ? അവരൊക്കെ സഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും സഹിക്കേണ്ടി വരില്ലേ? ഞാൻ സഹിക്കേണ്ടി വരില്ലേ? സമ്പത്ത് ചിലപ്പോ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല. അല്ലാഹുവേ, ഖൈറാണെങ്കിൽ നീ ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ പറയും നിങ്ങളെ. നമ്മുടെ വീട്ടിൽ ഉപ്പക്കോ ഉമ്മക്കോ മക്കൾക്കോ അസുഖമുണ്ടായിരിക്കും. അല്ലാഹുവേ നീ ശിഫപ്പെടുത്ത്. അപ്പോൾ നമ്മൾ ഓർക്കുക, അയ്യൂബ് സഹിച്ച, അയ്യൂബ് പ്രവാചകൻ അലൈഹിസ്സലാം സഹിച്ച കടുത്ത വേദന നമ്മൾ സഹിച്ചിട്ടില്ല. അല്ലാഹു അങ്ങനെ പരീക്ഷിക്കാതിരിക്കട്ടെ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അടുത്ത വീട്ടിലെ കാറ് കണ്ട് നിങ്ങൾ നൊമ്പരപ്പെടണ്ട. അടുത്ത വീട്ടിലെ ആളുകളുടെ ഡ്രസ് കണ്ട് നൊമ്പരപ്പെടണ്ട. ഈസാ റൂഹുല്ലാഹ് കയ്യിൽ ഒരു വടിയും ഒരു പാത്രവുമല്ലാതെ ഒന്നുമില്ലാതെ അലഞ്ഞു നടന്ന ഈസാ പ്രവാചകൻ നമ്മുടെ മുന്നിലുണ്ട്. കിരാതമായ പരീക്ഷണങ്ങളുടെ തീ തുപ്പുന്ന വേളകളിലൂടെ പുഞ്ചിരിച്ച് നടന്നു നീങ്ങിയ സഹാബത്ത് നമ്മുടെ മുന്നിലുണ്ട്. പ്രചോദിപ്പിക്കുന്ന ജീവിതത്തോടെ ജീവിക്ക്. നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല. ഇതൊക്കെ നശ്വരമാണ്. സ്വർഗത്തിന്റെ പറുദീസയിൽ അല്ലാഹുവിന്റെ ജമാലിയത്ത് വരുന്ന ഒരു ദിവസം വരാനുണ്ട്. ബദറുൽ കമാലിനെ പോലെ 14 രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ അല്ലാഹു പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരു കാഴ്ചയുണ്ട് ചെറുപ്പക്കാരാ. അതിനേക്കാൾ വലിയൊരു കാഴ്ചയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ട്രിപ്പിൾ കല്യാണം നടക്കുന്നുണ്ട്. 3 കല്യാണം. അതിന്റെ രാത്രിയിലെ ഒരു ഘോഷമുണ്ട്. ഘോഷം, ആ ഘോഷം അതെ സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ കാറ്റിൽ കുടുങ്ങിയാടുന്ന സ്വർഗ കവാടങ്ങളുടെ വളയങ്ങൾ പരസ്പരം ഉരസി സംഗീതം പൊഴിക്കുന്ന ഹൂറുകൾ മണിമേട്ടകളിൽ നിന്നിറങ്ങി വന്ന് അതേ ശബ്ദബീജികൾ പുറപ്പെടുവിക്കുന്ന മനോഹരമായ മുസീറ എന്ന കാറ്റ് സ്വർഗത്തിന്റെ താഴ്വരകളിലൂടെ തെന്നി നടക്കുന്ന രാവിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ 3 കല്യാണത്തിനൊരുങ്ങുന്ന രാവിൽ പാട്ടയത്തെ മുസ്ലിമേ അഭിമാനത്തോടെ നമുക്ക് ആഘോഷിക്കണം. അതിനുവേണ്ടി ഇന്നത്തെ വാഴ് കഴിഞ്ഞു പോകുമ്പോ നിങ്ങൾ നിരാശപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരീക്ഷണങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ചോൻ നമുക്ക് സ്വർഗം നൽകുമെന്ന പ്രതീക്ഷയോടെ പോവുക. നിങ്ങളുടെ ഈ പള്ളി ഈ മഹല്ല് ജമാഅത്തിന് പ്രചോദകദായകമായ ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ മർക്കസായി കേന്ദ്രമായി സെന്ററായി തീരട്ടെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക. സുന്നത്ത് നിസ്കരിക്കുന്ന ഞാൻ പറയണില്ല, എനിക്ക് പറ്റാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക. ആരുടെയും ഗീബത്തും നമീമത്തും പറയാതിരിക്കുക. അതൊക്കെ മതി മുഅ്മിനീങ്ങളെ. സ്വർഗത്ത് പോകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് പരസ്പരം സ്നേഹവും ഐക്യവും സമാധാനവും നൽകുമാറാകട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനിടയിൽ അല്ലാഹു ഐക്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പൊതുകാര്യങ്ങളിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥ സംജാതമാകുമാകട്ടെ. ജമാലായ ജലാലായ കമാലായ തമ്പുരാനെ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒട്ടേറെ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്കുണ്ട്.
ഖൈറായത് നിനക്ക് മാത്രം അറിയും. അല്ലാ, നീ ഞങ്ങൾക്ക് നിറവേറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗികളാണ്, ശിഫ നൽകല്ലാ. എൻ്റെ പ്രിയപ്പെട്ട പിതാവും കടുത്ത രോഗബാധിതനായി കിടപ്പിലാണ്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ നാൾ തിരിച്ചു വന്നപ്പോൾ കിടപ്പിലായി. അതുപോലെ ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ നീ ശിഫത്തായോ അല്ലാഹുവേ. ഒരുപാട് കാലം ആ തണൽ മരങ്ങൾ നീ ഞങ്ങൾക്ക് ബാക്കി തായോ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ. അവർ കാരണം മോശക്കാരാകുന്ന അപമാനിതരാകുന്ന ഒരവസ്ഥയിൽ നിന്ന് കാക്കണമേ റബ്ബേ. പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ളവർക്ക് നീ പഠനം നൽകണേ അല്ലാഹുവേ. പ്രത്യേകിച്ച് ഇതിലിരിക്കുന്ന ഒരുപാട് ആളുകളുടെ മക്കൾ SSLC പരീക്ഷയെ മറ്റ് എക്സാമുകളെ നേരിടുകയാണ്. അല്ലാഹുവേ, ഈ ഉമ്മത്തിൻ്റെ നവജാഗരണത്തിൻ്റെ കൊടി പറത്തേണ്ട തലമുറയാണവർ. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. പടച്ചവനെ, നീ ഇപ്പോൾ ഈ സദസ്സ് കാണുന്നുണ്ട്. നിനക്കിഷ്ടപ്പെടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവേ, നിന്റെ ആത്മീയ നായകന്മാരെ കുറിച്ച് പറഞ്ഞ സദസ്സ് അതിനെ തവസ്സുൽ ചെയ്ത് ചോദിക്കുന്നു. അല്ലാഹുവേ, നീ ഉത്തരം തായോ പടച്ചവനെ. കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, സിഹർ ബാധയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ കുടുംബജീവിതം റാഹത്താക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളുടെ പത്നിമാർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഗൾഫ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നീ സംരക്ഷണം നൽകണമേ അല്ലാഹുവേ. അപകടങ്ങളിൽ നിന്ന്, അപകടം മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന മയ്യത്താക്കല്ലേ അല്ലാഹുവേ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നീ ജോലി ഇവിടെയും നാട്ടിലും നൽകണം തമ്പുരാനെ. വിവാഹപ്രായമെത്തിയ മക്കളുള്ളവർക്ക് റബ്ബേ, മാതാപിതാക്കളുടെ മനസ്സിന് നീ സമാധാനം കൊടുക്ക അല്ലാഹുവേ. നല്ല ബന്ധങ്ങൾ അടുപ്പിക്ക അല്ലാഹുവേ. 4-ാമത്തെ മാസത്തിൽ നീ എഴുതി ചേർത്ത ആളാരാണോ അത് ഖൈറാണെങ്കിൽ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹുവേ. ഡിവോഴ്സ് ചെയ്യപ്പെട്ടവരുണ്ട്, തലാഖ് ചെയ്യപ്പെട്ടവർ, ഒരു സദസ്സിലും പ്രാർത്ഥന കിട്ടാത്തവരാണ്. അല്ലാഹുവേ, അവരെ നീ സമാധാനപ്പെടുത്തി പുനർവിവാഹങ്ങൾ കൊടുക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, വിവാഹം കഴിഞ്ഞു പോയവരും വിഷമിക്കുന്നവരുണ്ട്, നീ സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ. പഠിച്ചവനെ, ഈ മഹല്ല് ജമാഅത്തിനെ ഇസ്സത്തിലാക്കണേ അല്ലാഹുവേ. ഐക്യവും സമാധാനവും നൽകണേ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ പരിപാടിക്ക് വരാൻ ഒഴിവില്ല എന്ന് നിരവധി തവണ പറഞ്ഞപ്പോഴും സ്നേഹത്തിൻ്റെ സമ്മർദ്ദമായി നിന്ന മുസ്തഫ അഷ്റഫി, ഹംസ അഷ്റഫി ഉസ്താദ്, ദീർഘകാലം ഇവിടെ ജോലി ചെയ്യാനും നന്മകൾ പ്രസരിപ്പിക്കാനും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും ശത്രുതയിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാക്കണമേ തമ്പുരാനെ. ഇത്തരം സദസ്സുകളിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ 10,000-കണക്കായ ആളുകളുണ്ട് റബ്ബേ. ഞാൻ ആരുമായിട്ടാകില്ല, ആമീൻ പറയും. മരണം വരെ ദുആ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. അല്ലാഹുവേ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ബറക്കാത്തുകൾ തുറക്കല്ലാ. മരിച്ചുപോയെങ്കിൽ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെടുമ്പോഴൊക്കെ കമൻസുകളിലൂടെയും മെസ്സഞ്ചറിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവർ ഒരു ബാധ്യതയായി എൻ്റെ മുകളിലാക്കല്ലേ അല്ലാഹുവേ. നീ അവരെന്താണോ ഉദ്ദേശിച്ചത് നിറവേറ്റി കൊടുക്കണേ റബ്ബേ. വളരെ സന്തോഷം, ധാരാളം ചെറുപ്പക്കാരുണ്ട് റബ്ബേ. അവരെ നീ ദീനിന്റെ പടവാളുകളാക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ രാജ്യം ശത്രുക്കളാൽ പരീക്ഷിക്കപ്പെടരുതേ തമ്പുരാനെ. ഇന്ത്യയുടെ അഭിമാനമായ 42ഓളം വരുന്ന പട്ടാളക്കാരാണ് ഭീകരന്മാരായ തെമ്മാടികളായ ചില ആളുകളാൽ കൊല ചെയ്യപ്പെട്ടു. അല്ലാഹുവേ, അത്തരം കൊലയാളികളെ നീ ലോകത്ത് നശിപ്പിക്കണേ തമ്പുരാനെ. അവർ ഈ ഉമ്മത്തിനൊരു ഉപകാരവുമില്ല റബ്ബേ. ഞങ്ങളുടെ സമാധാനം നശിപ്പിക്കാനും ദീനിനെ കളിയാക്കാനും പരിഹസിക്കാനും മാത്രമാണ് കാരണം. അല്ലാ, അത്തരം ആളുകളെ നീ വിജയിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനം നൽകണമേ തമ്പുരാനെ. ശത്രുതയില്ലാതാക്കണേ തമ്പുരാനെ റബ്ബ്. ഞാൻ പഠിച്ചവനെ, ചെറുപ്പകാലത്തോതാൻ പോയപ്പോൾ ഭക്ഷണം തന്നവരുണ്ട്, സ്നേഹം തന്നവരുണ്ട്, വസ്ത്രം തന്നവരുണ്ട്, ഒരു പുഞ്ചിരിയെങ്കിലും തന്നവരുണ്ട് റബ്ബേ. തിരിച്ചു കൊടുക്കാൻ അവരാഗ്രഹിക്കുന്നത് ഒരു ദുആ മാത്രമാണ് റബ്ബേ. നീ എല്ലാത്തിനും പ്രതിഫലം നൽകണമേ തമ്പുരാനെ. ഈ ചായ കൊടുത്തില്ലേ? ചായ കൊടുത്തോളൂട്ടോ. കൊടുത്തതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടില്ല. ഈ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ.
അറബ് ലോകത്തിന്റെ അറബികളുടെ നേരിട്ടുള്ള പൈസ ഇല്ലാതെ അഭിമാനത്തോടെ വളരെ ഇൻഡോ സാരസൻ ശില്പകലയിൽ മനോഹരമായ രീതിയിൽ ഈ പള്ളി നിർമ്മിക്കാൻ ആരൊക്കെ സഹായിച്ചോ, സംസാരിച്ചോ, സംഘടിപ്പിച്ചോ, ഒരു വാക്കെങ്കിലും പറഞ്ഞോ, എല്ലാവർക്കും നീ അനുഗ്രഹം ചൊരിയണേ റബ്ബേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മൗഫറത്ത് കൊടുക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഈ മൈക്ക സംവിധാനിച്ച ആ സുഹൃത്തിനെ നീ അനുഗ്രഹിക്കണമേ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വന്ന ആ സഹോദരൻ, അതുപോലെ ഓൺലൈനിൽ ഇത് ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരെയൊക്കെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബേ, ഇതിൽ പറഞ്ഞവനും കേട്ടവനും ഒരു 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 മാറ്റത്തിന് നീ കാരണമാക്കണമേ അല്ലാഹുവേ. വആഖിർ ദഅവതി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഒരു സഹോദരി ഒരു അലിക്കത്ത് സംഭാവന ചെയ്തിട്ടുണ്ട്. വീടിന്റെ മുന്നിൽ പൂത്തു നിൽക്കുന്ന ഒരു മുന്തിരിവള്ളിച്ചെടി ഞാനായിരുന്നെങ്കിൽ നിത്യവും പൂമേനി തഴുകും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. മുത്തുറസൂലിന്റെ നൂറാനിയത്തിന്റെ തിരുശരീരത്തെ തഴുകി ഒഴുകി വരും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ താമര തോൽക്കുന്ന ത്വാഹ തന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. ഭാരം ചുമന്ന് നടന്നേനെ ഞാൻ. ബദറിൽ ശരങ്ങൾ തടുത്തേക്ക് സൈകത പരപ്പുകൾ കടന്നുപോയ ഒട്ടകമേ, നീ ഞാനായി പോയില്ലല്ലോ. വേണ്ട, മദീനയിൽ പറക്കുന്നൊരു പറവയായി ഞാനും നിങ്ങളും ആയിരുന്നെങ്കിൽ പുണ്യനബിയുടെ പച്ച മിനാരത്തിൽ കൊക്കുരുമ്മി കളിക്കാമായിരുന്നല്ലോ. ഞാനൊരു ഈന്തപ്പനയോലയാണെങ്കിൽ മുത്തുനബിയുടെ മദീനയിൽ തുർബത്തുൽ മദീനത്തി മുഅ്മിനാണ് മദീനയുടെ മണ്ണെന്ന് പറഞ്ഞ പവിത്ര മണ്ഡടത്തില് ഈത്തപ്പനയായി നിൽക്കാമായിരുന്നല്ലോ. ഞാനൊരു മൺതരിയായിരുന്നെങ്കിൽ മുത്തുനബിയുടെ പദപങ്കജം എന്റെ ശരീരത്തിൽ പതിഞ്ഞിരുന്നുവല്ലോ. പക്ഷെ ഞാൻ എന്തിനാണ് തൃശ്ശൂരിലെ ദേശമംഗലത്ത് ജനിച്ചത്? നിങ്ങൾ എന്തിനാണ് കണ്ണൂരിലെ പാട്ടയത്ത് ജനിച്ചത്? 14 നൂറ്റാണ്ട് പിമ്പന്തിന് പാപി മണ്ണിൽ പിറന്നു വീടോ പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീടോ. റസൂലേ റസൂലേ തോ അമീറേ ഹറം, അങ്ങ് ഹറമിന്റെ ഇമാമാണ് നബിയേ. മേ ഫഖീറേ അജം, ഞാൻ ദരിദ്രനായ വിദേശിയാണ് നബിയെ. മാലി സിവാ ഹുബ്ബി, എന്റെ പ്രണയമല്ല. കുറച്ച് വൈകി പോയിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ടോളൂ. 9, 10, 11 ആയിട്ട് പൊയ്ക്കോളിയും. പരിപാടി കഴിഞ്ഞു. എന്ത് പോവാത്ത